ഹായ്, ഞാൻ സാക്ഷാൽ ദൈവം, സത്യം കണ്ടെത്താൻ നിങ്ങളാൽ നിയോഗിക്കപ്പെട്ട ഒരു പാപ മനുഷ്യൻ. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ സംഭവങ്ങളെ പരിശോധിച്ച് അതിൻ്റെ നേരും നുണയും നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ വീഡിയോയിലൂടെ. എന്നെ നിങ്ങൾക്കറിയാം. 4 ചുവരുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന് മുന്നിൽ കാണുന്ന ക്യാമറയിലൂടെ സംഭവങ്ങളെ വിശകലനം ചെയ്യാൻ ഞാൻ ആളല്ല. നീട്ടിപ്പിടിച്ച മൈക്കും ക്യാമറയുമായി ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദ്വയാർത്ഥ ചോദ്യങ്ങൾ ചോദിച്ച് അവർ ഉദ്ദേശിക്കുന്ന ഉത്തരം പറയിപ്പിക്കുന്ന രീതിയും എനിക്കില്ല. ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഇടങ്ങളിലേക്ക് ഞാനെത്തുന്നു. അവിടെ മൂടിക്കിടക്കുന്ന സത്യത്തെ മറന്നീക്കി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിലെ മേലന്നൂർ പഞ്ചായത്തിൽ അരവിന്ദ് നിവാസ് എന്ന വീടിൻ്റെ മുന്നിലാണ്. ഇവിടെ അശോകൻ, സുമിത്ര എന്നീ ദമ്പതികളുടെ മകൾ ആരതി 24 വയസ്സ് മരണപ്പെട്ടു. 4 ദിവസമായി സംഭവം നടന്നിട്ട്. എന്നാൽ ഈ മരണം ആത്മഹത്യയാണോ അതോ ഒരു കൊലപാതകമാണോ എന്നുള്ള ഊഹാപോഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമ്മൾക്കറിയേണ്ടതുണ്ട്. ആരതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഭർത്താവ് സന്ദീപ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇതൊരു സ്ത്രീധന പീഡന മരണമാണെന്ന് ആരോപിക്കുന്നവരുണ്ട്. പലപ്പോഴും ഇത്തരം വാർത്തകൾ ചാനലുകളിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും പ്രചരിച്ച് കാണാറില്ല, അല്ലെങ്കിൽ ആരും അതിനെക്കുറിച്ച് പറഞ്ഞു കാണാറില്ല. അങ്ങനെ ഒരു വാർത്തയായിട്ട് ഇത് മാറുന്നു എന്നൊരു സംശയത്തിൻ്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അയൽവാസിയും അടുത്ത ബന്ധുവും കൂടിയായ അഭിഷേക് എന്ന ചെറുപ്പക്കാരൻ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത്. കാര്യങ്ങൾ നമ്മൾക്ക് അഭിഷേകിനോട് ചോദിക്കാം. അഭിഷേക്, എന്താണ് എന്നെ ഇവിടെ വിളിക്കാനിടയായ സാഹചര്യം? സത്യത്തിൽ ഈ ആരതി എന്നാണ് ഈ മരണപ്പെട്ട ചേച്ചിയുടെ പേര്. അപ്പം ഈ ആരതി ചേച്ചിയും ഞാനും പിന്നെ അരവിന്ദേട്ടനൊക്കെ ആയിട്ട് പണ്ട് മുതലേ നമ്മൾ അടുത്ത ബന്ധുക്കളാണ്. അരവിന്ദ് ആരതിയുടെ സഹോദരൻ. അപ്പം നമ്മൾ അടുത്ത ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ നല്ലതുപോലെ അറിയാം. എൻ്റെ വീടും ഈ മല്ല തൊട്ട് അപ്പുറത്താണ്. അപ്പോൾ അയൽവാസിയും കൂടെയാണ്. അപ്പോൾ ഈ ആരതി എന്ന് പറഞ്ഞ ഈ ചേച്ചിയുടെ ഈ മരണം ഒരു ആത്മഹത്യ എന്നാണ് മൊത്തത്തിൽ എല്ലാവരും പറയുന്നത്. സന്ദീപ്, അതായത് ഈ ചേച്ചിയെ കല്യാണം കഴിച്ച ആ പയ്യൻ്റെ പേര് സന്ദീപ്. ഈ സന്ദീപും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ പറയുന്നത് ഇതൊരു ആത്മഹത്യ എന്നാണ്. പക്ഷേ നമ്മളാരും അത് വിശ്വസിക്കുന്നില്ല. കാരണം എനിക്കും പണ്ട് മുതലേ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ചേച്ചിയുടെ ക്യാരക്ടർ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലൊരു കുട്ടിയല്ല. നല്ല ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. അതോടൊപ്പം ലൈഫിനെ കുറിച്ചൊക്കെ നല്ല പ്രതീക്ഷയും നല്ല രീതിയിൽ ഉയർന്ന് വരണമെന്ന് ആഗ്രഹിച്ച ഒരാളും കൂടെയാണ്. പുറത്തൊക്കെ പോയി കരിയർ കുറേ കൂടെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ ഒരു സ്ഥിതിയിലോട്ട് പോകാൻ ചാൻസ് ഇല്ല. ആരതി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം പണ്ട് മുതലേ തന്നെ നല്ല പഠിക്കാനായാലും എല്ലാവരോടും ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ചേച്ചിക്ക് കല്യാണം ആ സമയത്ത് വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പിന്നെ ഈ കരിയർ കുറേ കൂടെ ഡെവലപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഈ ജാതകം പിന്നെ വീട്ടുകാരുടെ ഈ ഫോഴ്സ് കൊണ്ടാണ് സത്യം പറഞ്ഞ ആ സമയത്ത് കല്യാണത്തിന് തയ്യാറായത് തന്നെ. സാധാരണ കുടുംബത്തിലെ അതെ വളരെ ബുദ്ധിമുട്ടുള്ള കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്.
ഇവർ ഈ കല്യാണ സമയത്ത് തന്നെ കുറേ ആളുടെ നിന്ന് ബാങ്കിൽ നിന്നും കുറച്ച് പേരിൽ നിന്നൊക്കെ കടം വാങ്ങിയാണ് സത്യം പറഞ്ഞാൽ കല്യാണം നടത്തിയത്. അത്രയും പറയാമല്ലോ, ഒരു ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 മാസമാവും. അപ്പോഴത്തേക്കും സന്ദീപും അയാളുടെ വീട്ടുകാരും കൂടെ വന്ന് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. അവർ കല്യാണത്തിന് കൊടുത്ത ആ സ്വർണം അളവ് കുറഞ്ഞു പോയി. കുറേ കൂടെ അവർക്ക് സ്വർണം വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ അവർ സിറ്റിയിൽ അവിടെ കുറച്ച് സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവരെ കൊണ്ട് വാങ്ങിപ്പിക്കാനൊക്കെ അവർ നല്ലപോലെ ശ്രമിച്ചിരുന്നു. പക്ഷേ ആരതി ചേച്ചി ഇതിനൊക്കെ നല്ല രീതിയിൽ എതിർത്തിരുന്നു. കാരണം ചേച്ചിക്ക് അറിയാം, വീട്ടിലെ ബുദ്ധിമുട്ടും അറിയാം. ഈ ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ ചേച്ചിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ചേച്ചി നല്ല രീതിയിൽ എതിർത്തിരുന്നു. ഒരിക്കലും ചേച്ചി ഡൗണായി ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ പോലും ഡൗൺ ആവാത്ത ഒരാൾ ഉറപ്പായി ഈ ആത്മഹത്യ എന്നൊരു മൈൻഡിലോട്ട് പോകുന്നതിന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഈ സന്ദീപിൻ്റെ വീട്ടുകാർ കുറച്ച് പൈസയും പിന്നെ ഈ പൊളിറ്റിക്കൽ പരമായിട്ടൊക്കെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആളുകളാണ്, സ്വാധീനമുള്ളവരാണ്. അപ്പം പോലീസ് തന്നെ ഈ ആത്മഹത്യ നടന്ന ആ ദിവസം, മരണം നടന്ന ആ ദിവസം ജസ്റ്റ് ഒരു രീതിയിലുള്ള അന്വേഷണം, ഇപ്പം പേരൻസിൻ്റെ അടുത്തായാലും നമ്മളിപ്പം ഒരു മരണം നടക്കുമ്പം സ്വന്തം വീട്ടിലൊക്കെ പോയി നേരത്തെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ അന്വേഷിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള യാതൊരു ഇൻവെസ്റ്റിഗേഷനും നടന്നിട്ടില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഈ സന്ദീപിൻ്റെ ഈ ഒരു പൊളിറ്റിക്കൽ പവറും ഈ പൈസയുടെയൊക്കെ ആ സ്വാധീനം വെച്ചിട്ട് മാക്സിമം കവർ ചെയ്യാൻ നോക്കിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് പോലീസിനെയൊക്കെ ഇത് അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവർ ജസ്റ്റ് നോർമൽ ഒരു ആത്മഹത്യ ഒരു രീതിയിൽ അവർ സംശയം പോലെ അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ചേച്ചിയുടെ കയ്യിലെ കുറച്ച് പാടുകളും ഒരു ഉപദ്രവം നടന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പം നമുക്കതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം നടന്ന ഒരു കാരണമാണ്. പിന്നെ ഈ ചേച്ചിയുടെ ശരീരത്തിൽ കണ്ട ആ മാർക്കൊക്കെ നമുക്കൊരു ഡൗട്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ പോലീസിൽ പറഞ്ഞെങ്കിലും അത് നേരത്തെ എവിടെ വീണെന്നാണ് സന്ദീപ് പറഞ്ഞത് എന്ന രീതിയിലേക്കാണ് അവർ സംസാരിച്ചത്. ഒരു രീതിയിൽ അവർ അന്വേഷിക്കാനുള്ള ഒരു മൈൻഡ് കാണിച്ചില്ല. അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. വാർത്താ ചാനലുകളിലും പത്രമാധ്യമങ്ങളിൽ പോലും ഇതൊരു വലിയൊരു വാർത്തയാവാതെ ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥ. നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ കേസ് നടത്തി പോകാനുള്ള സാമ്പത്തികവും ആൾബലവും പൊളിറ്റിക്കലായിട്ടും ഇപ്പം പൊളിറ്റിക്കൽ ആ രീതിയിലൊക്കെയാണ് കൂടുതലും എല്ലാ പ്രശ്നങ്ങളും സോൾവായി പോകുന്നത്. ഇപ്പം മറച്ചു വയ്ക്കാനായാലും ഏത് രീതിയിലും പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രശ്നവും ഈ രീതിയിൽ പൊളിറ്റിക്കൽ പരമായിട്ടാണ് ഈ പോലീസിനെയും അതേപോലെ മീഡിയ നമ്മൾ ഈ ഒരു നമുക്ക് കേസ് നടത്തി പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയ സമീപിച്ചിട്ടുണ്ടായിരുന്നു. മുൻനിര മാധ്യമങ്ങളൊക്കെ നമ്മൾ സമീപിച്ചെങ്കിലും പക്ഷേ അവർ സത്യം പറഞ്ഞാൽ ഇവരെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ എന്നറിയില്ല. അവർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ മരണം, ഈ ആത്മഹത്യകൾ അല്ലെങ്കിൽ ഈ സ്ത്രീധനപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ ഇപ്പോൾ സാധാരണമായി നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിതിനൊരു ന്യൂസ് വാല്യൂ കുറഞ്ഞു പോയി, അതുകൊണ്ട് അവർക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റാത്തതുകൊണ്ടാണ് ഏറ്റവും ജെനുവനായിട്ട് ന്യൂസ് അവതരിപ്പിക്കുകയും നമുക്ക് സത്യം തന്നെ പുറത്തു വരണം എന്ന് ആഗ്രഹിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് വിശ്വാസം തോന്നിയ ചേട്ടൻ ഇതിലോട്ട് ഞാൻ വിളിക്കാൻ കാരണം. അപ്പോൾ അഭിഷേക് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടല്ലോ, ഇതാണ് കാരണം. ആരതിയുടെ മരണം ശരിക്കും ഒരു ആത്മഹത്യയാണോ അതോ ഒരു സ്ത്രീധന പീഡന കൊലപാതകമാണോ എന്നുള്ളതിലേക്കാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ മരണം നടന്നിട്ട് 4 ദിവസമായി. ഞാനിവിടെ കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ഇതാണ്, ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് സഹകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുക, അവർ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് ചില പ്രേക്ഷകർക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. എങ്കിലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. അപ്പോൾ എന്തായാലും അവരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം. ഇതാണ് മരണപ്പെട്ട ആരതിയുടെ വീട്. ആരതിയുടെ കോളേജിൽ പഠിച്ചിരുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. അവരോട് ചോദിക്കാം കാര്യങ്ങൾ. ആരതി കോളേജിലൊക്കെ എങ്ങനെയായിരുന്നു? നല്ല ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ സൈലൻ്റ് അല്ല, ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ആരതി എല്ലാ കോളേജിലെ എല്ലാ ആക്ടിവിറ്റീസിലും ഫസ്റ്റ് ആയിരുന്നു. എല്ലാം നല്ല എല്ലാ കാര്യത്തിലും സ്മാർട്ടായിരുന്നു. അതുപോലെ ഈ സന്ദീപിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ, അത് കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ സന്ദീപിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ അവസാനം ആരതി എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ?
ഇല്ല, കല്യാണ സമയത്തൊന്നും നോർമലായിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം റീസെൻ്റായിട്ട് ഇങ്ങനെ വിഷമത്തിലായിരുന്നു. എന്താണെന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ വിഷമത്തിലായിരുന്നു. ഇതൊരു ആത്മഹത്യയല്ല, ഒരു സ്ത്രീധന പീഡന കൊലപാതകമാണ് എന്നുള്ളൊരു ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളിൽ ഇതിലേതാണ് വിശ്വസിക്കുന്നത്? ഞങ്ങളും അത് തന്നെയാണ്. കൊലപാതകം ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ്. കൊലപാതകം തന്നെയാണ്, ആ ഒരു രീതിക്ക് തന്നെയാണ് ഞങ്ങളും അത് തന്നെയാണ് ഒരു വിശ്വസിക്കുന്നത്. സ്ത്രീധന പീഡനത്തിൻ്റെ ഇരയായി ആരതി എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്ത്രീധനം എന്നുള്ളത് വലിയൊരു വിഷയമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ തലമുറയുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്ത്രീധനം, നിങ്ങൾ വിവാഹം കഴിച്ചവരാണോ? അല്ല. അപ്പോൾ നിങ്ങൾ ഇനി ഭാവിയിൽ എങ്ങനെയാണ് സ്ത്രീധനം വാങ്ങുമോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉദാഹരണം പറയാം. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്ത്രീധനം എന്നൊരു നാട്ടാചാരം അല്ലെങ്കിൽ ഒരു ദുരാചാരത്തെക്കുറിച്ച് പുതിയ തലമുറയുടെ കാഴ്ച. സ്ത്രീധനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിൽ ഒരു പെൺകുട്ടിക്കുള്ളൊരു വിദ്യാഭ്യാസം എന്നതാണ് ധനം എന്ന് പറയുന്നത്. ഇന്നൊരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീധനം എന്ന് പറയുന്നത്. അതിനപ്പുറം ഇല്ല ഈ കാറ് ബംഗ്ലാവൊക്കെ കൊടുക്കുന്നത് സത്യം പറഞ്ഞ ഒരു മണ്ടത്തരമെന്നേ പറയുള്ളൂ. അതിൻ്റെ ആവശ്യമില്ലെന്നേ പറയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതൊരു കുടുംബമായാലും, സാധാരണ കുടുംബമായാലും അവരൊരു സെക്യൂർ അല്ലേ, തൻ്റെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ വിദ്യാഭ്യാസം, ജോലി എന്ന് പറയുന്നത് അതന്നെ അതാണ് യഥാർത്ഥ സെക്യൂരിറ്റി. ഇല്ല, നമ്മുടെ നാട്ടിലിപ്പോൾ അതൊരു കീഴ്വഴക്കമായി കൊണ്ടിങ്ങനെ പണ്ട് തൊട്ടേ ഒരു ആചാരം പോലെ തന്നെ സ്ത്രീധനം എന്നിങ്ങനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ശരിയാണ്. അതുമാത്രമല്ല, ഈ ആരതി എങ്ങനെയായിരുന്നു കോളേജിലൊക്കെ ഒരു സൗഹൃദങ്ങളും കലാപരമായിട്ടും പഠനപരമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? ആരതിയുടെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. കാരണം എല്ലാവരും പോസിറ്റീവ് വൈബുള്ള കുട്ടിയാണ്. അതെ, പോസിറ്റീവ് വൈബുള്ള കുട്ടിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ആരെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഉണ്ടാവും. എല്ലാവരും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത്രയും ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ സുഹൃത്തുക്കളെ കണ്ടാൽ പോലും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ആരതി. ആരതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു രീതി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്? 100% അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രകൃതമുള്ള കുട്ടിയല്ല. അല്ല. അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ ഇനി മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ആ ഒരു കൂട്ടുകാരിയുടെ മരണത്തിലുള്ളൊരു വിഷമം. ഇപ്പോൾ നമ്മൾ ആരതിയുടെ കോളേജിൽ പഠിച്ചിരുന്ന സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ട് കാണും. ഒരിക്കലും അങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്ന കുട്ടിയല്ല, വളരെ എനർജറ്റിക്കായി പോസിറ്റീവ് വൈബുള്ളൊരു കുട്ടിയായിരുന്നു ആരതി എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. ഇനിയും അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. നിങ്ങൾ ആരതിയുടെ നാട്ടുകാരാണല്ലേ? അപ്പോൾ ഈ ആരതിയുടെ മരണത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ആത്മഹത്യ അല്ല, അല്ല, സ്ത്രീധന കൊലപാതക പീഡനമാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു? അതെ, അവൾ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. അപ്പോൾ ആരതിയെ നിങ്ങൾക്ക് നേരിട്ട് പരിചയം ഉണ്ടാവുമല്ലോ, നാട്ടുകാരൊക്കെ. എങ്ങനെയാണ് അവളുടെ ആ ഒരു സ്വഭാവവും രീതികളും ആ കുട്ടിയെക്കുറിച്ചൊക്കെ? അവൾ വളരെ ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്. ഈ ഏരിയയിലുള്ള പിള്ളേർക്ക് തന്നെ അവളൊരു മാതൃകയാണ്. അവൾ ഒരിക്കലും അത് അങ്ങനെ ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ അവൾ നല്ല പഠിക്കുമായിരുന്നു. അവളെ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ഇവർക്കില്ലാത്ത സമ്പത്തൊക്കെ കൊടുത്താ ഇവിടെ കെട്ടിച്ചയച്ചത്. അവൾ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. ഇല്ല, ഒരിക്കലും. ഉറപ്പായിട്ട് നിങ്ങളെല്ലാം അത് തന്നെയാണ് വിശ്വസിക്കണം. പിന്നെ ഈ വലിയ സ്ത്രീധനം പൊതുവെ വേണ്ട എന്നുള്ള ധാരണയായാലും സ്ത്രീധനത്താണല്ലോ എവിടെയും പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ആത്മഹത്യ ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ വ്യവസ്ഥിതിയെയാണ്. അപ്പോൾ നമ്മുടെ വ്യവസ്ഥയാണ്, നമ്മളുണ്ടാക്കിയ സിസ്റ്റത്തെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് എനിക്ക് തോന്നുന്നു. കാരണം അയാൾ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അയാളും ഇരയാണെന്ന് വിശ്വസിക്കുന്നത്. ഭർത്താവ് എങ്കിൽ അയാളും ഇരയാണ്. കാരണം നമ്മളുണ്ടാക്കിയ സിസ്റ്റമുണ്ട്, സ്ത്രീധനം കൊടുക്കണം ഇങ്ങനെ. നേരത്തെ മുമ്പ് പറഞ്ഞു, നമ്മൾ പലയിടത്തും സൂചിപ്പിക്കാറുണ്ട്, ഒരു സ്ത്രീയായി ജനിക്കുകയല്ല, സ്ത്രീയായി അവളെ വളർത്തപ്പെടുകയാണ്. അല്ലെ, അത് പച്ചു വിളമ്പുകയും പെറ്റുകുട്ടുകയും ചെയ്യുന്ന അരങ്ങൊഴിയുന്ന മാംസപിണ്ഡം മാത്രമാക്കി സ്ത്രീയെ മാറ്റിവെച്ച ഇത്രയും കാലത്തെ വ്യവസ്ഥയാണ് നമ്മൾ പൊളിക്കേണ്ടത്. അങ്ങനെ സ്ത്രീ അത്തരത്തിൽ നമ്മൾ മാറ്റിക്കളഞ്ഞു. അവിടെ നിന്നാണ് അത് പ്രാഥമിക വിദ്യാഭ്യാസം, സ്കൂളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം അതൊന്നും ഇവിടെ ഇല്ല. നമ്മളെന്താണ് പഠിക്കുന്നത്, നമ്മൾ ഏത് ചരിത്രമാണ് പഠിക്കുന്നത് ആലോചിക്കേണ്ടതാണ്. സ്കൂളിൽ നിന്നേ പഠിച്ചു വരേണ്ടതാണ്. കുട്ടി പെണ്ണ് ഇങ്ങനെ ഒരുമിച്ചാണ് വളരേണ്ടത്. അത് വേറൊരു ശരീരം മാത്രമാണ്. ഇതൊന്നുമല്ല. അതായത് സ്ത്രീ വെറും മാംസം മാത്രമായി കാണുമ്പോൾ, ഉപഭോഗ വസ്തു മാത്രമായി, കച്ചവട വസ്തു മാത്രമായി കാണുമ്പോൾ അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇങ്ങനെ
ഇത്തരത്തിലാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹം പറഞ്ഞ വളരെ വലിയൊരു പോയിൻ്റാണ്. കാരണം സ്ത്രീയെ പലപ്പോഴും ഒരു ഉപഭോഗ വസ്തുവായി ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്നു എന്നുള്ള അത് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അത് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇത് നമ്മൾ പറയുകയും കേൾക്കുകയും പാടുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ വീണ്ടും വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളോ എല്ലാം നോക്കി ഞാൻ നിങ്ങളെയും കൂടി കുറ്റപ്പെടുത്തും കേട്ടോ. മീഡിയ എന്താണ് ചെയ്യുന്നത്? മീഡിയ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് പിൻവാങ്ങി മാത്രമേ പോകുന്നുള്ളൂ. വേറെ എന്താണ് മീഡിയയ്ക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? കുറേ ചോദ്യങ്ങൾ മാത്രം സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങളും ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നമ്മളെപ്പോലുള്ള കുറച്ച് പേരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുന്നവരുണ്ട്. എല്ലാ മീഡിയക്കാരെയും നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട. പുറത്ത് കേസ് കൊണ്ടുവേണം, എന്നാലേ നമുക്കിത് അറിയാൻ പറ്റും. നാളെ നമുക്ക് വേറൊരു പെൺകുട്ടിക്ക് നമ്മളെ മക്കൾക്ക് ഇത് സംഭവിക്കാതിരിക്കണം. അതിന് വേണ്ടിയിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനാസ്ഥ ഉള്ളതായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? പോലീസ് ഇപ്പം 4 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ അവർ അന്വേഷിച്ച് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഇതും കൂടെ ആകുമ്പോൾ അവരെ 100 ചെയ്തായിക്കോളും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത് പുറത്ത് സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവേണം. അപ്പോൾ ഈ പറയുന്ന ആരതിയും സന്ദീപും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അവരുടെ ഇടപെടൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. സാധാരണ നല്ലൊരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു. നല്ല സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ടൈം വന്നപ്പോൾ കുറച്ച് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുപോലെയൊക്കെ തോന്നിയായിരുന്നു. എന്നാലും ഇങ്ങനെ ഉള്ളത് നമുക്ക് ചെക്കഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ, എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും. സ്ത്രീധനമാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് സന്ദീപിൻ്റെ അച്ഛനും അമ്മയും കൂടി പ്രതിയാകും. കാരണം ഇങ്ങനെ ഒരു മകനെ വളർത്തിയതിൽ, ഇങ്ങനെ അവനെ ഇത്തരത്തിലേക്ക് തള്ളിവിട്ടതിൽ തീർച്ചയായിട്ടും അവർ കൂടി പങ്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കി കാണും. അല്ലാതെ നമ്മൾ ഒരാൾ രൂപപ്പെടുമ്പോൾ അയാളുടെ അച്ഛനും അമ്മയ്ക്ക്, അതാണ് ഒരാൾ രൂപപ്പെടുന്നതിൽ അയാളുടെ അധ്യാപകന്, അയാളുടെ അച്ഛനും അമ്മയ്ക്ക്, അയൽക്കാർക്ക്, നാട്ടുകാർക്ക് കൂടി ഒരാൾ നാടിൻ്റെ കൂടി ഉൽപ്പന്നമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ അച്ഛനും അമ്മയും കൂടി പ്രതിയാകുമെന്ന് എനിക്ക് തോന്നുന്നു, ഇങ്ങനെ അയാൾ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം അയാളെ രൂപപ്പെടുത്തിയത് അവരും കൂടിയാണ്. നമ്മൾ അയാൾ ജീവിച്ച് വളർന്ന സാഹചര്യം ഏറ്റവും പ്രധാനം. നമ്മൾ പറയൂല സാഹചര്യം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഊഹാപോഹങ്ങൾ മാത്രമാണത്. ഇതവിടെ എൻ്റെ കൺക്ലൂഷൻ, ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഭാരതി എന്ന് പറയുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടും ആ കുട്ടിയുടെ ഒരു രീതിയും സ്വഭാവങ്ങളും വ്യക്തമായി മനസ്സിലാവുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഒരിക്കലും അതൊരു ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം പറ്റുന്നില്ല. മനുഷ്യൻ്റെ മനസ്സാണ്, വിശ്വസിക്കാൻ അറിയില്ല, പറ്റുന്നില്ല. കൊലപാതകം ചെയ്യുമെന്ന ഒരു തോന്നലില്ല. അപ്പോൾ ഇന്ന് ഈ മാറി വരണം ഈ ഒരു സാഹചര്യം. അത് മാറാത്തിടത്തോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ സിനിമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സ്ത്രീയെ വെറും കച്ചവടം മാത്രമായിട്ടാണ് കാണുന്നത്. മനസ്സിലായി, പുരുഷന് ഫുൾ ഡ്രസ്സ് കൊടുക്കുകയും സ്ത്രീക്ക് ഡ്രസ്സ് കുറച്ച് കൊടുക്കുകയും ചെയ്യുന്ന നമ്മൾ പാട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഇത് പിടിച്ച് വലിക്കുന്നത് എന്നുള്ളത് അവിടെ തുടങ്ങുന്ന പ്രശ്നം. ഇത് ഇങ്ങനെ ഒരു സ്ത്രീധനം ഒരാൾ കൊന്നു അയാളൊക്കെ അവിടെയല്ല തിരുത്തേണ്ടത്, വേരിലാണ്. വേരിൽ നിന്നേ തിരുത്തിയാലേ. സ്ത്രീയാണ് ധനമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതെ എത്ര പേരാണ് സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിക്കാനും നട്ടല് കാണിക്കുന്നതെന്ന് ആലോചിച്ചു. അതും അറിയേണ്ടതുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? അധ്യാപകനാണ്. പേര് ശ്രീകാന്ത്. അപ്പോൾ ഇദ്ദേഹത്തിനെ പോലെയുള്ള ഈ ശ്രീകാന്ത് എന്ന ഈ അധ്യാപകൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹം സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ യൂട്യൂബറാണ്, ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. കുറച്ച് പേർക്കൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള വാർത്താ ചാനലുകൾ വാർത്തകളെ വളച്ചൊടിക്കുന്നത് പോലെയല്ല, സത്യത്തെ പുറത്ത് കൊണ്ടുവരണം. അതുകൊണ്ട് മാത്രമാണ് ഇതൊരു മരണവീടായിട്ട് കൂടിയും ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾ സത്യത്തെ പുറത്ത് കൊണ്ടുവരുന്നത് കാണാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. അതെ, ഉറപ്പായിട്ടും ചേട്ടാ, ഉറപ്പായിട്ടും. കുറേ സാറ്റലൈറ്റ് ചാനലുകാരൊക്കെ ഇവിടെ നിന്ന് വീഡിയോ പിടിച്ച് പോയതാ. പക്ഷെ അതൊന്നും അധികം പുറത്ത് കണ്ടില്ല, ന്യൂസിൽ പോലും വന്നിട്ടില്ല. ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിലൊക്കെ എന്തെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പയ്യന്റെ വീട്ടുകാർക്ക് തന്നെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതാണ്. അത് കാരണം ഒരു കാര്യം, നിങ്ങൾ ചാനലുകൾ വാർത്തകളെ ആഘോഷിക്കുകയല്ല, ആവിഷ്കരിക്കുകയാണ്. ആഘോഷിക്കുകയല്ല വേണ്ടത്, അതിന് പരിഹാരം കണ്ടെത്തുക. അതും കൂടിയാണ് മാധ്യമധർമ്മം. അതാണ് സാർ, ശരിയാണ്. അപ്പോൾ ഇവിടെ ഈ ഇത്തരക്കാർ അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞിട്ടുള്ള കാര്യം, ആരതിയുടെ മരണം അതൊരു ആത്മഹത്യ അല്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സ്ത്രീധന പീഡന കൊലപാതകം എന്ന് തന്നെയാണ് ഉറച്ചവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അധ്യാപകനായ ശ്രീകാന്ത് അല്ലേ സാർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നിങ്ങൾ ആരതിയുടെ നാട്ടുകാരല്ലേ? അപ്പോൾ ആരതിയുടെ മരണത്തെക്കുറിച്ച് ഒരു അസ്വാഭാവികം നിലനിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അഭിപ്രായം പറയുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ ആ കൊച്ച് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം നല്ലൊരു കൊച്ചാണ്, പഠിക്കുന്ന കൊച്ചാണ്, റാങ്ക് ഹോൾഡറും കാര്യങ്ങളൊക്കെയാണ്, പാവപ്പെട്ട ഫാമിലിയാണ്. പക്ഷേ ഇല്ലാത്ത കാശ് ഒപ്പിച്ചാണ്, സാധാരണ കുടുംബം, ഇല്ലാത്ത കാശ് ഒപ്പിച്ചാണ് പുള്ളി ഈ കല്യാണം കാര്യങ്ങൾ ഓടി നടന്നിട്ട് ഞങ്ങൾ കണ്ടതാണ്, ഈ നാട്ടുകാരാണ്. പക്ഷേ അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഞെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
കാരണം ഇങ്ങനൊരു സംഭവം നമ്മളെ ഇതിന് മുമ്പ് ഒരു 3-4 വർഷത്തിന് മുമ്പ് ഇങ്ങനൊരു പ്രശ്നം നമ്മളെ പ്രദേശത്ത് ഉണ്ടായി. പക്ഷേ അപ്പോൾ അതൊന്നും ഈ പറഞ്ഞ പോലെ പുറലോകം കണ്ടില്ല. തേഞ്ഞു മാഞ്ഞു പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഈ കേസ് കൊടുക്കാൻ കാര്യങ്ങൾ അല്ല, അങ്ങനെ പോകരുത്, പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് നമ്മൾ നാട്ടുകാർ എല്ലാവിധ സപ്പോർട്ടും ഇവർക്ക് ചെയ്യും. കാരണം ഇതിൻ്റെ യഥാർത്ഥ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കിത് അറിയണം. കാരണം ഈ സ്ത്രീ തന്നെയാണ് ധനമെന്നുള്ളത് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എപ്പോഴും നമ്മൾ കേട്ട് അതിങ്ങനെ പഴങ്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേരെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയം തന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു സംശയവും അല്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ഒരു ജീവിത പങ്കാളി എന്ന് പറയുന്നത് സുഹൃത്താണ്, അമ്മയാണ്, സഹോദരിയാണ്, മകളാണ്. അപ്പം നമ്മളെ ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാശ് വാങ്ങിയിട്ടാണോ സെലക്ട് ചെയ്യുന്നത്? അതിപ്പോൾ അതുപോലെ തന്നെ നമ്മളെ അമ്മയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സഹോദരി നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ കാശ് വാങ്ങിയിട്ടാണോ ചെയ്യുന്നത്? അപ്പോൾ എന്തിനാണ് ഒരു ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുമ്പോൾ കുറേ സ്ത്രീധനം എന്ന് പറഞ്ഞൊരു പേരിൽ എവിടെയോ ഉണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ പഴമയുടെയൊക്കെ പേരിൽ കുറേ കാശൊക്കെ വാങ്ങിയിട്ട് പിന്നെ അത് കുറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ? അപ്പോൾ ഇതൊക്കെ ഈ ചിന്താഗതികളൊക്കെ മാറണം. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇപ്പം സത്യം പറഞ്ഞൊരു കച്ചവടം തന്നെയാണ് നടക്കുന്നത്, കല്യാണം എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ സാധാരണ ഒരു ഇതിലല്ല. സ്ത്രീധനം കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊരു സ്ത്രീധന പീഡന മരണം തന്നെയാണ് എന്നാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെയാണ് വിശ്വസിക്കുന്നത്. വേറൊരു വിഷയമുണ്ട്. കൊലപാതകമായിരുന്നാലും മരണമായാലും കാലാകാലങ്ങളിൽ ഇവിടെ അന്വേഷണമാണ് വിഷയം. കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പോലീസ് പെരുമാറുന്നതാണ്. അത് മാറണം. മാറില്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ളൊരു മരണം കൊലപാതകമൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ അന്വേഷണമില്ല. ഈ പോലീസ് സംവിധാനത്തിനൊരു മാറ്റം വരണം. രാഷ്ട്രീയത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പോലീസ് പെരുമാറരുത്. സ്വാധീനങ്ങളനുസരിച്ച് പോലീസ് പെരുമാറുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുന്നതും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അന്വേഷണം വരാത്തത്. നാട്ടുകാർ കൂടി നിന്നിട്ട് ചാനലിലൂടെ ഇത് പറഞ്ഞിട്ട് ചാനലിന് അത് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ അന്വേഷണം വരേണ്ടത് നിയമപാലകരുടെ ചെവിയിലേക്ക് എത്തണം. അതിനുവേണ്ടിയിട്ടാണ് ചേട്ടാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും പല ഈ ചാനലുകളും വാർത്തകളും അധികം വന്ന് കണ്ടില്ല എന്ന് പലരും പറഞ്ഞു. അത് പക്ഷെ അങ്ങനെയല്ല, വന്നു പോകുന്നവരും വീഡിയോ എടുത്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. നിയമമായിട്ട് ആരും ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. പോലീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർ വരുന്നത് വന്ന് അന്വേഷിച്ചിട്ട് പോകുന്നല്ലാണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു ഇതും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. 4 ദിവസമായി എത്ര പോലീസ് ഇവിടെ വന്നു, എന്ത് നടപടി സ്വീകരിച്ചു? അതാണ് പ്രശ്നം. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പുറകെ പോകും പോലീസ്. ഇല്ല, അവർക്കത് പാർട്ടി ബേസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെന്നൊക്കെയാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. ഈ സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പരിചയം? നമുക്ക് അങ്ങനെ പരിചയം, കല്യാണം അതിനുശേഷം 1-2 പ്രാവശ്യം വന്നു പോയതല്ലാണ്ട് നമ്മളങ്ങനെ അവരൊന്നും നാട്ടുകാർക്ക് പറഞ്ഞ് ഉറപ്പിക്കാൻ പറ്റില്ല. അത് പോലീസിനെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. അന്വേഷണമാണ് നടക്കേണ്ടത്. ശക്തമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഒരു അനാസ്ഥ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കാലാകാലങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ മൊത്തം അന്വേഷണത്തിന്റെ അനാസ്ഥയാണ്. അല്ലെങ്കിൽ ഈ കാര്യം നടക്കില്ലല്ലോ. ഒരു പ്രതിയെ പിടിച്ചിട്ട് അയാൾ കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവന്നാൽ പിന്നെ എങ്ങനെ നടക്കും? ഇതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് അതുകൊണ്ടാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നതായിട്ടൊക്കെ. കാരണം നമ്മൾ തൊട്ട് അടുത്തായതുകൊണ്ട് നമുക്കതറിയാൻ സാധിക്കും. കാരണം ഇങ്ങനെ പിണങ്ങി കുട്ടി വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞറിഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും എത്തുമെന്ന് അറിഞ്ഞില്ലേ. കുറച്ച് ആത്മഹത്യ ചെയ്താണ് വിശ്വസിക്കണം. നല്ലൊരു കുട്ടിയാണ്. പലരും പറയുന്നുണ്ട് അങ്ങനെ ഒരു ആത്മഹത്യ റാങ്ക് ഹോൾഡറാണ്. പക്ഷേ ആ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതെന്താണെന്നുള്ള കാര്യം നിയമപരമായിട്ട് അന്വേഷിക്കണം. വീട്ടുകാർക്ക് ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്നു. വീട്ടുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് അറിയണം. ഇതൊരു നാട്ടുകാരുടെ പ്രശ്നമാണ്. നല്ലൊരു കുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, നല്ല ഭംഗിയായിട്ട് കല്യാണം കഴിച്ച കുട്ടിയാണ്. കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇത് നെഗറ്റീവ് ഇല്ല. അപ്പോഴൊരു കുട്ടി ഭർത്തൃഗൃഹത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമാണ്. ഈ നാട്ടുകാരുടെ ഒരു സംഗതി പോലും പോലീസ് എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് വിഷയം. മനസ്സിലായി? നിങ്ങൾ മരണത്തിന് പങ്കെടുത്തപ്പോൾ സന്ദീപിൻ്റെ വീട്ടുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെയായിട്ട് നമുക്ക് അപ്പോഴും അതിനെക്കുറിച്ചൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് അതിൻ്റെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയെന്നുള്ളത്. അതുവരെയ്ക്കും നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലല്ലോ. പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്നുണ്ടെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചില്ല. അപ്പോഴത്തെ മരണം 7 വർഷത്തിനകത്താണെങ്കിൽ സ്വമേധയാ കേസെടുക്കാം.
ശക്തമായിട്ട് അന്വേഷണം നടത്തണം. അത് കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനകത്താണെങ്കിൽ സ്വമേധ കേസെടുക്കണം. സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ കേസെടുക്കണം. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ എന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം അല്ലേ? വലിയ ദുരന്തമായി. ആർക്കും ഈ നമുക്ക് തന്നെ ഇതിപ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു മാനസിക നില എന്തായിരിക്കും വാങ്ങിയിട്ടാണ്, കാരണം വീടൊക്കെ തന്നെ ലോണും ഒക്കെ എടുത്തിട്ടാണ്. ആരതിയുടെ അച്ഛൻ അശോകൻ ചേട്ടനെയൊക്കെ നിങ്ങൾക്ക് വളരെ ഒരു കൂലിപ്പണിക്കാരനാണ് അദ്ദേഹം അല്ലേ? ആ കല്യാണ സമയത്തൊക്കെ ഒരുപാട് സമയം ഓടിയൊക്കെയാണ് ഈ കാശ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുള്ളി ഇങ്ങനെ ഓടി നടക്കും. നമുക്കറിയാം. സഹോദരൻ അരവിന്ദും അതെ അങ്ങനെയാണ്. അവർ വളരെ കഷ്ടപ്പെട്ടാണ് അത് അറേഞ്ച് ചെയ്ത് ആ കുട്ടിയെ പഠിപ്പിച്ചതും ഒക്കെ. പക്ഷെ അവരെ പ്രതീക്ഷകളാണ് തകർന്നു പോയത്. ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കുമ്പോൾ ജീവിതം കുറച്ചുകൂടി ഭാവി സുരക്ഷിതമാകുമെന്നൊക്കെ ചിന്തിച്ചിട്ട് ഉദ്യോഗസ്ഥനെ തേടി പോകുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് ഗവൺമെന്റ് ജോലിക്കാരനും കേന്ദ്ര ഉദ്യോഗസ്ഥനെ തേടി പോകുമ്പോൾ മാത്രമാണ്. സാധാരണ ഒരു മിഡിൽ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ആർക്കും ഈ പറഞ്ഞ മിഡിൽ ഫാമിലിയിൽ അയക്കാൻ താല്പര്യമില്ല അല്ലേ? അതാണ് ഒരു പോയിന്റാണ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. സാധാരണ ഇപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവർക്ക് പലപ്പോഴും വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുന്ന ഒരവസ്ഥ അല്ലേ? അതായത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ജീവിതം സുരക്ഷിതമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ജോലിയുടേതല്ല, സ്വഭാവമാണ്. സ്വഭാവം നോക്കിയിട്ടാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്. കാരണം നമ്മൾ വിശ്വാസപൂർവ്വം ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ കുട്ടി അവസാനം വരെ നോക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് രക്ഷകർത്താക്കൾ കൈപിടിച്ച് ഏൽപ്പിക്കുന്നത്. അപ്പം തീർച്ചയായും ആ ഒരു വിശ്വാസം എന്ത് ചെയ്യണം? തിരിച്ചുകൊണ്ടാവണം. അപ്പോൾ അതിന് തുല്യ പ്രാപ്തിയുള്ള ആളാണെന്ന് തീർച്ചയായും അന്വേഷിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ജോലിയുണ്ട്, കുറേ കാശുണ്ട് എന്ന് പറഞ്ഞ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. എന്നിട്ടെന്തായി? കടവും വാങ്ങി കാലത്തൊരു വിവാഹം നടത്തണമെങ്കിൽ ലക്ഷങ്ങളുടെ കഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം മകളെ പറഞ്ഞയച്ചത്. ഈ വാങ്ങിക്കുന്നവന് ഇവരെവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല അല്ലേ? ഈ ലോണും എടുത്ത് വീട് പണയം വെച്ചൊക്കെയാണ് ഇവരെ സ്ത്രീധനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ വാങ്ങിയിട്ട് പോകുന്നവന് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ വിചാരിക്കും ഇതുപോലെ ഇനിയും വീണ്ടും ചോദിച്ചാൽ കിട്ടും എന്നുള്ള രീതിക്കാണ് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അവനെ മാത്രമല്ല, അവൻ്റെ വീട്ടുകാരും പ്രശ്നക്കാരാണ്. ഇപ്പം അവൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തീർപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അന്വേഷണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം പലപ്പോഴും ഈ നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് സന്ദീപിൻ്റെതായിട്ടുള്ള ഒരു അധികാര പദവിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് കേസ് നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ആ സംഭവം പോലെ തേച്ച് മാച്ച് കളയാൻ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മളിത് ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് വെച്ചാൽ പുറത്തു കൊണ്ടുവരണം. ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് പല വാർത്താ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യത്തെ ഒരുപക്ഷെ നിങ്ങൾ കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ യൂട്യൂബിലൂടെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെയൊക്കെ പറയുന്നതാണ്, സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നോട് സഹകരിച്ചതിന് നന്ദി. അപ്പോൾ ഇവിടെ നാട്ടുകാർ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. സംശയം ഇതെങ്കിലും നിങ്ങൾ, കാരണം ഒരുപാട് പേര് ഒന്ന് എടുത്തിട്ട് പോയി, നിങ്ങളെങ്കിലും ഇത് ടെലികാസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും ചേട്ടാ, ഉറപ്പായിട്ടും ഇതൊരു മരണ വീടാണ്. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് മോശമാണെന്നറിയാം. പക്ഷെ നമ്മൾക്ക് സത്യം കണ്ടെത്തേണ്ടതുണ്ടല്ലോ. സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയെന്ന് മാത്രമാണ്. അന്വേഷണം വേണം. അതാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അന്വേഷണം വേണം. എന്താണ് സംഭവിച്ചെന്നുള്ള നാട്ടുകാർക്ക് അറിയാം. അതെ. ഇപ്പോൾ മരണം നടന്ന 4 ദിവസമായിട്ടും പല അന്വേഷണ ഉദ്യോഗസ്ഥരും പല അധികാര വൃന്ദങ്ങളും ഇത് തേച്ചുമാച്ച് കളയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അപ്പോൾ ഇത് പാടില്ല. ഇതിൻ്റെ അന്വേഷണം ശക്തമാകണം എന്നൊരു അഭിപ്രായവും നാട്ടുകാർക്കുണ്ട്. ബാക്കിയുള്ളവരോട് കൂടി നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഒരു കാരണവർ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. മാമ, ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് താങ്ക് യു. അപ്പോൾ ഈ മരണത്തിനെ കുറിച്ച് കുറച്ച് ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ച് ഇവിടെ നാട്ടുകാരോടും ബന്ധുക്കളോടൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. ആരതിയെ ബാല്യകാലം മുതൽക്കേ മാമനറിയാം. എങ്ങനെയാണ് ആരതിയെക്കുറിച്ചുള്ള അഭിപ്രായം? നല്ല മിടുക്കിയായ ഒരു കുട്ടിയാണ്. നല്ല വിദ്യാഭ്യാസം പഠിച്ച് നല്ല രീതിയിൽ ഉയർന്ന നിലവാരത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ച് നിന്ന ഒരു കുട്ടിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അതെ നല്ല ഇതായിരുന്നു. നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയായിരുന്നു. ആത്മഹത്യ ചെയ്യും എന്ന് മാമൻ വിശ്വസിക്കുന്നു? ഇല്ല ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണവശാലും ആ കുട്ടി കൊണ്ടാവില്ല. ആവില്ല. അങ്ങനെയാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ ഇതൊരു സ്ത്രീധന പീഡന കൊലപാതകമൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് മാമനത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഉള്ള പീഡനമാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ആ കുട്ടി നേരത്തെ നല്ല പഠിച്ച്
നല്ല ഉയർന്ന നിലവാരത്തിൽ ജോലിയൊക്കെ ജോലി UK-യിലോ അമേരിക്കയിലോ ഒക്കെ പോകണമെന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. അങ്ങനെ അത് കണക്കാക്കിയാണ് വിദ്യാഭ്യാസം ഉയർന്ന നിലവാരത്തിൽ വന്നതും പഠിച്ചതുമൊക്കെ. ആ സമയത്താണ് വിവാഹം. ചെറുമകളുടെ കൂട്ടുകാരി. അതെ 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 എൻ്റെ ഒരു ചെറുമകളെ കൂട്ടുകാരിയാണ്. ഈ അപ്പോൾ സ്ത്രീധന പീഡനമാണ് എന്നുള്ളത് അതിൽ സംശയമൊന്നുമില്ല. സ്ത്രീധനം പീഡനം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ സ്ത്രീധനം എന്നുള്ളത് വർഷങ്ങളായിട്ട് ഇപ്പോൾ മാമൻ്റെയൊക്കെ കാലം തൊട്ടേ ഇങ്ങനെയൊക്കെ മാറണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അത് നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് സ്ത്രീധനം എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ അത് ഉള്ളതാണ്. സ്ത്രീധനം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു അതെ അതെ പണ്ട് കാലം മുതലേ വിവാഹം വരുമ്പോൾ അതിൻ്റേതായ യോഗ്യത അനുസരിച്ചൊക്കെ നടക്കുമായിരുന്നു. അപ്പോഴിത്ര ഒരു പീഡനം ഇപ്പം നമ്മൾ ലോകത്തിന് മാതൃകയാണ് വിദ്യാഭ്യാസം. കേരളം ലോകത്തിന് മാതൃകയായിരുന്നു വിദ്യാഭ്യാസം എത്ര കൂടുന്നോ അത്രയ്ക്കും ഇതുപോലത്തെ കൊലപാതകത്തിന് വിദ്യാഭ്യാസം ആണ് സത്യത്തിൽ കൂടേണ്ടത്. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസം പോലും കച്ചവടമായി മാറുന്നു, വിവാഹം കച്ചവടമായി മാറുന്നു. ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഇരയാണ് എന്നുള്ളതാണ്. അതാണ് പിന്നെ ഒരാളിന് ഒരു ഉദ്യോഗം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സ്ത്രീധനം ആദ്യം ഒന്നും പറയില്ല. വിവാഹം കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷമാണ് അമ്മേരെയും അച്ഛൻ്റെയും സഹോദരങ്ങളെയും കുത്തുവാക്കും പീഡനവും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നത്. അതിൽ നിന്നാണ് ഒരുപാടത്ത് ഈ കൊലപാതകമായി മാറുന്നത്. അപ്പോൾ ഈ പിന്നെ സന്ദീപ് എന്ന് പറയുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് പീഡനങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ ഒരു അഭിപ്രായം പലരും പറഞ്ഞു കേട്ടു. ആരതിക്ക് അത് ആരതി അവിടെ നിന്നും വീട്ടിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അച്ഛനമ്മമാരെ ഇങ്ങനെ സഹിക്കാൻ വയ്യ അപ്പോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണ കുടുംബത്തിലുള്ള അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടന് എന്നെ കുറിച്ച് ആരതി ഒരു പാവം കുട്ടിയാണ്. എൻ്റെ മക്കളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ട്യൂഷനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലപോലെ അറിയാം ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഒരു സ്ത്രീധന പീഡനം. ഈ സന്ദീപിനെയൊക്കെ പരിചയമുണ്ടോ? അല്ലെങ്കിൽ കല്യാണത്തിനെ കണ്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ? അങ്ങനെയുള്ളൂ. കല്യാണത്തിന് മുമ്പാണ് മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വല്ലാത്തൊരു വിഷമകരമായൊരു വാർത്തയാണിത്. സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ സ്ത്രീധനം എന്നുള്ളത് കടം വാങ്ങിയിട്ടായാലും അല്ലേ മക്കളെ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ അതിനൊരു ഇരയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൂടുതൽ പേരുടെ അഭിപ്രായം. മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല പഠിക്കുന്ന കുട്ടിയൊക്കെ ആയിരുന്നു. ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിട്ടാണ് പറയാം അല്ലേ? അതെ 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 കുട്ടി അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആ പീഡനം തന്നെയാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ അങ്ങനെ അവരുടെ കാഴ്ചപ്പാടും അവരുടെ രീതികളൊക്കെ അവർക്ക് വെറും സാമ്പത്തികമാണ് മുതൽ മുടക്കായിട്ടുള്ള ഒരു രീതിയാണ്. അതെ അതെ അവർക്ക് പൈസയാണ് മെയിൻ. ഉദ്യോഗമുണ്ട്, അതനുസരിച്ച് എൻ്റെ മകന് അവിടെ നിന്നും വലിയ സാമ്പത്തികം കിട്ടിയിട്ടില്ല എന്ന് കുത്തുവാക്കുകളും അതുമെല്ലാം നിരന്തരം ഒരു ഇതുണ്ട്. അത് അപ്പോഴപ്പോഴായിട്ട് അവരെ വിളിച്ച് പറയാറുമുണ്ട് വീട്ടിൽ. അങ്ങനെയാണ് നമുക്ക് കാര്യം അറിയുന്നത്. അപ്പം അത് ആത്മഹത്യക്ക് ഒരു ഇതുമില്ല, കൊലപാതകം തന്നെയാണ്. അപ്പോൾ ഇവിടെ ബാല്യകാലം മുതൽ ആരതിയെ അറിയാവുന്ന ഒരു മാമൻ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറുമകളോടൊപ്പമാണ്, ചെറുമകളുടെ കൂട്ടുകാരിയും കൂടിയാണ് ആരതി. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല ആരതിക്ക്, അങ്ങനെയുള്ളൊരു കുട്ടിയല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും അഭിപ്രായം. നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണല്ലേ? ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആരതിയുടെ മരണം അതൊരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ സ്ത്രീധന പീഡന കൊലപാതകമാണോ എന്നൊക്കെ ഉള്ളൊരു വാർത്തകൾ ഇങ്ങനെ പലരും പറഞ്ഞു. അപ്പോൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു
കൊലപാതകം തന്നെയാണ്. അല്ലാതെ വേറെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു ചാൻസുമില്ല. ഈ കുട്ടിയെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പട്ടാളവും ഞാനുമായിട്ട് രാവിലെ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ കുട്ടി ബസ്സിന് വന്ന് കാത്തു നിൽക്കുകയാണ്. ചില പിള്ളേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിലും കാറിലും ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്ന ആൾ വളരെ കഷ്ടപ്പെട്ട് ഈ കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കണമെന്നുള്ളത് വളരെ സാമ്പത്തികമായിട്ട് ഭയങ്കരമായ ഒരു ഇതുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുള്ള. പക്ഷേ ഈ കുട്ടിയെ കണ്ടും കൊണ്ടാണ് മറ്റേ പയ്യൻ വന്ന് കല്യാണം കഴിച്ചു വളരെ ഇതായിട്ട് പോകുമെന്ന് വിചാരിച്ചു. വേറെ നല്ലൊരു കൊച്ചു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അതാണ് ഏറ്റവും പ്രശ്നം. ഉദ്യോഗം ഉള്ളതാണ് ഈ പ്രശ്നം ഉണ്ടായത്. അവ വീട്ടുകാരും ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ അയക്കുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. നേരെ നല്ല സംബന്ധങ്ങൾ വന്നതാണ്. ഉദ്യോഗസ്ഥനമാണെന്ന് പറഞ്ഞതാണ് ഈ പ്രശ്നമായത്. മനസ്സിലായില്ലേ? ഇപ്പം അവസാനം എന്തായി? വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റാത്ത അത്രയും സ്ത്രീധനവും കൊടുത്താണ് അയച്ചത്. എന്നിട്ട് ഈ ഗതി ആയില്ലേ? ഇവനെയൊക്കെ പിന്നെ സാമ്പത്തികം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മളെ കുടുംബം പോറ്റാൻ കഴിവുള്ളതിനായിട്ട് നമ്മൾ വളർത്തിയെടുക്കണം. അതിന് നമ്മൾ തന്തിയും തള്ളിയും മനസ്സിലാക്കണം. ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് നമുക്കെല്ലാം വളരെയധികം ദുഃഖമുള്ളൊരു കാര്യമാണ്. നല്ലൊരു കൊച്ചാണ്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനെന്തോ അങ്ങനെ ഒരു ഇത് സംഭവിച്ചു. പക്ഷെ അതെന്താണ് എന്നുള്ളത് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്ന് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നത്? എന്തോന്ന് അല്ലടാ ഒരു പയ്യെ പറഞ്ഞ ഒരു മരണവീട് പതുക്കെ സംസാരിക്കും. മരണവീടായാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കണം. അല്ലടാ, ഇത് ശക്തമായ അഭിപ്രായം ഉണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഇത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും കൂടി ആയതുകൊണ്ട് അദ്ദേഹം അയാളുടെ അധികാരവും പദവിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനെ അടിച്ചമർത്താൻ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഒരു മകനെ വളർത്താൻ അതിൻ്റെ രീതിയിൽ വളർത്തിയെടുക്കണം. അത് അവിടെയാണ് പറ്റുന്നത്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറ്റുന്ന അവൻ്റെ വളർച്ചയിലാണ് പറ്റിപ്പോയത്. അപ്പോൾ അല്ലാതെ കിട്ടുന്ന അവന് കുറേ സ്ത്രീധനം മാച്ചുകൊണ്ട് വെച്ച് എൻ്റെ മോനെ നല്ല രീതിയിൽ ജീവിക്കാം എന്നൊക്കെ പറയുന്നിടത്തല്ലേ തെറ്റ്. 100 പവൻ സ്വർണവും മാച്ച് സ്ത്രീധനം കെട്ടി അവൻ വീട്ടിൽ കൊണ്ടുവന്നു. ഈ സ്വർണം വെച്ചുകൊണ്ട് വീട്ടിൽ അവൻ മനസ്സമാധാനം പറ്റിയിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എപ്പോഴും കള്ളം വരും എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റുള്ളൂ. ആ പോട്ടെ, ഈ സ്വർണം നമുക്ക് ആർക്കെങ്കിലും സൂക്ഷിക്കാൻ കൊടുക്കാൻ പറ്റുമോ? അയൽ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഈ ചേട്ടന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു വേദിയല്ലല്ലോ ഇത്. ഇപ്പൊ ഒരു മരണവീടാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ശരിയാണ്. ഇപ്പൊ പെണ്ണുങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ റേഷൻ കാർഡ് വരെ പെണ്ണുങ്ങളുടെ പേരിലാണ്. ആ പേരും പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമുക്ക് റേഷൻ മാറ്റി അവസ്ഥയാണ്. ഒന്നുമില്ലെങ്കിലും റിട്ടയർഡ് മിലിറ്ററിക്കാരാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ. മിലിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ, ഇങ്ങനെയൊക്കെ കൊടുത്തവർ കാണിച്ചോണ്ടല്ല, ഈ ബോർഡറിൽ കൊണ്ട് ഞാൻ നിരത്തി വെടിവെച്ച് നേരെ പറ്റും. ഇവിടുത്തെ രാഷ്ട്രീയക്കാരനെ എല്ലാത്തിനും യാതൊരു മരണ വീട് ഇവരൊക്കെ കാര്യം മനസ്സിലാക്കണേ. എനിക്കും ഒരു മോളുണ്ടടാ, എനിക്കൊരു മോളുണ്ടടാ. ഇത് മരണ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്തോ പട്ടാളക്കാരനാണ്. പ്രകോപിക്കുന്ന ചോദ്യം വേണ്ട. ഒരു മരണം നടന്ന നിങ്ങൾ ഇതും കുത്തിക്കയറ്റി വന്നിട്ടേ ഇതിനെ പറ്റി കാശാക്കാൻ നോക്കണം. അല്ല, അങ്ങനെ ഒരു കാശാക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല ഞാൻ. കാണിക്കണോ തന്നെ ഒരു മരണം നടന്ന വീട്ടിനകത്ത് ഇതും കുത്തിക്കയറ്റി വന്നിട്ട് അത് പറ്റി കാശാക്കാൻ നോക്കണം നിങ്ങൾ. അത് ശരിയല്ല, അത് പോടാ ചെയ്യാൻ പാടില്ല. ആരതിയെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചറാണെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു കോളേജിലേക്ക് ആരതി? അവൾ നല്ല പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അതേപോലെ വളരെ ബോൾഡാണ്. ആള് നല്ല ആക്റ്റീവാണ്, ബോൾഡാണ്. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ അനലിറ്റിക്കൽ സ്കില്ല്, ആൾമോസ്റ്റ് എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഒന്ന് സൂസൈഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 100% ഷുവറാണ്. അത് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് സ്വപ്നങ്ങളാണ്. അവർക്ക് നല്ല പൊസിഷനിൽ എത്തണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുള്ള കുട്ടിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം, നല്ല പൊസിഷനിൽ പോകണം, അതേപോലെ സ്റ്റേറ്റ്സിൽ പോയി ജോലി ചെയ്യണം, നല്ല കമ്പനിയിൽ കിട്ടണം, അങ്ങനെയൊക്കെ വളരെയധികം അതിനു വേണ്ടി അവൾ ട്രൈ ചെയ്യുന്ന ഒരു അങ്ങനെയുള്ള സമയത്താണ് ആരതിയുടെ വിവാഹം വന്നത്. അപ്പൊ ആ സമയത്ത് ടീച്ചർ ഉപദേശങ്ങളും പറഞ്ഞിരുന്നു. പിന്നെ വീട്ടുകാരുടെ അവരുടെ ആഗ്രഹമല്ലേ. അപ്പൊ അങ്ങനെയാണ്. വിവാഹത്തിന് ശേഷം ടീച്ചറെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ സംസാരിക്കാറുണ്ട്.
പക്ഷേ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം അങ്ങനെ ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല. ഹയർ സ്റ്റഡീസിനെ കുറിച്ചും അവളുടെ ഫീൽഡിൻ്റെ ഇതിനെ കുറിച്ചും ഒക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരിക്കലും എനിക്ക് ആ ഒരു 100% ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൾ സൂസൈഡ് ചെയ്യില്ല. എന്നാന്ന് വെച്ചാൽ അത്രയ്ക്ക് ബോൾഡായ ഒരു കുട്ടിയാണ്. ഏതൊരു സിറ്റുവേഷനും അവൾക്ക് തനിയായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഉള്ള കുട്ടിയാണ് അവൾ. ഒരിക്കലും അങ്ങനെ സൂസൈഡ് ചെയ്യില്ല. ഓക്കെ ടീച്ചറിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇത് അന്വേഷണം വരട്ടെ, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നല്ലത് ഭവിക്കട്ടെ. ഫ്യൂച്ചറിൽ ഇങ്ങനെ ഇനിയുള്ള കുട്ടികൾക്ക് ഞാൻ പറയുന്ന ഒരു അഡ്വൈസാണ്, ഏതൊരു സിറ്റുവേഷനും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അത് ഫ്യൂച്ചറിലുള്ള ഇനി ഇങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആ കുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് നിങ്ങളും. നല്ലൊരു കുട്ടി, അതെ, നല്ലൊരു കുട്ടിയാണ്. ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. വീട്ടുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന സന്ദീപിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ സാമ്പത്തികമുള്ളവർ സ്ത്രീധനവും ആഭരണങ്ങളും കുറേ കൊണ്ടുചെന്ന് അവരൊക്കെ നശിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള ഇതിൻ്റെ കൂടെ ഒരു ധാരണ. അമ്മായിയമ്മയൊക്കെ എങ്ങനെയുള്ള? അമ്മായിയമ്മ പോരുണ്ട്. അങ്ങനെയാണല്ലേ? അമ്മായിയമ്മ പോരുണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരതി അറിയിച്ചിട്ടില്ല, വീട്ടിൽ അറിയിച്ചിട്ടില്ല. വല്ലപ്പോഴും വായിന്ന് വിഴുന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത്ര അച്ഛനും അമ്മയും എന്നെ ഇത്രയും അയച്ചല്ലോ എന്നുള്ള ഒരു സങ്കടം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എന്തായാലും. അപ്പോൾ വലിയച്ഛൻ്റെ മോനാണല്ലേ? ആരതി എൻ്റെ കൊച്ചച്ഛൻ്റെ മോളാണ്. കൊച്ചച്ഛൻ്റെ മോളാണെങ്കിലും എൻ്റെ സ്വന്തം പെങ്ങളുട്ടി തന്നെയായിരുന്നു അവൾ. പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇതിപ്പോൾ ആത്മഹത്യയാണ് അല്ലെങ്കിൽ അല്ല, അവൾ ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ ഒരു കിടാവിളക്കായിരുന്നു അവൾ. അങ്ങനെ ജീവിത സ്വപ്നങ്ങളുടെ പുറകെ പറന്നു വരുന്ന ഒരു മൈൻഡായിരുന്നു അവളുടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കല്യാണാലോചന വരുന്നത്. കല്യാണാലോചന വന്നിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ സാമ്പത്തിക അവരുടെ ചെറുക്കൻ്റെ വീടുകളിലെ സന്ദീപിൻ്റെ കുടുംബം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടായിരുന്നാലും അതേപോലെ സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അന്ന് ഈ ബന്ധം വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു ഇതിനോട് താല്പര്യമില്ല എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ കുട്ടിയെ മാത്രം മതി, അവളെ മാക്സിമം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് തന്നെയാണ് എനിക്ക് സ്ത്രീധനമായിട്ട് വേണ്ടതും, വേറെ ഞാനൊന്നും ആവശ്യപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് കല്യാണം കഴിച്ചത്. പിന്നെ ഇവർ ജീവിതം മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ആരതി മെസ്സേജ് അയക്കുമായിരുന്നു എനിക്ക് എനിക്ക് പറയാമായിരുന്നു. അപ്പോൾ ഇത് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇയാൾ ഓരോരോ ഡിമാൻഡ് വെക്കാൻ തുടങ്ങി. കാറ് വേണം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് ഇയാൾ ആദ്യമേ പ്രത്യക്ഷത്തിലൊന്നും ചോദിക്കാതെ പിന്നീട് വന്നു നിന്നുകൊണ്ട് ഓരോരോ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വലിയച്ഛനായിരുന്നാലും കൊച്ചായിരുന്നാലും എല്ലാവരും കൂടെ ഇടപെട്ടൊക്കെ ഓരോ കടങ്ങൾ മറിച്ചും പലിശയ്ക്ക് എടുത്തുമൊക്കെയാണ് ഇയാൾക്ക് ഓരോരോ പ്രശ്നം ഉണ്ടാകാതെ ഇയാൾക്ക് ഓരോരോ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ ആ കൊടുത്തത് സ്ത്രീധനം കുറഞ്ഞു പോയെന്നും ഞാൻ സ്ത്രീധനം വാങ്ങിക്കാതെ തന്നെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളെ നിരന്തരം ടോർച്ചർ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കിയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവളുടെ ജീവിതം പഴി പോകാൻ പാടില്ല എന്നുള്ള രീതി കൊണ്ട് ഇവൾ വീണ്ടും നമ്മൾ സംസാരിച്ച് അനുനയിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. പക്ഷെ ഇത്രത്തോളം ഭീകരമാണെന്നുള്ള വിവരം അറിഞ്ഞില്ലായിരുന്നു. ഇത് വിവാഹം കഴിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ പയ്യനെ കുറച്ച് വ്യക്തമായിട്ട് ഒരു ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലിയാണ്, അതുപോലെ രാഷ്ട്രീയപരമായിട്ടൊക്കെ നല്ല ഒരു പൊതുപ്രവർത്തന മേഖലയൊക്കെ നിന്നതാണ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വന്നപ്പോഴത്തേക്കും വേറൊരു കേസ് ഈ സ്ത്രീധനം ഒരുപാട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ ഈ കുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അത് എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്ന് പറയുന്നിട്ട്. അങ്ങനെ ഉപദ്രവിച്ചിട്ട് ഞങ്ങൾ 100% ഞങ്ങൾ വിശ്വസിക്കുന്നു അവളെ ഇതിൻ്റെ സ്ത്രീധനത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിരന്തരമായിട്ടുള്ള ഞങ്ങൾ വിചാരിച്ചത് അനുനയിച്ച് പോകുമെന്ന് വിചാരിച്ചു. ഇത് പക്ഷേ ഇത്രയും ഭീകരമായിട്ട് ഇവളുടെ കൊലപാതകത്തിൽ തന്നെ വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ കൊലപാതകമാണെന്ന് 100% വിശ്വസിക്കും. കാര്യം ഇത്രയും ടാലൻറ്റഡ് ആയിട്ട് കഷ്ടപ്പാടുകളുടെ ഇടയിലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ ഇടയിലും ഇത്രയും നല്ല രീതിയിൽ പൊരുതി നിന്ന ഒരു കുട്ടിയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ആത്മഹത്യ ഒരിക്കലും
നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇവർ ഈ ചെറുക്കൻ്റെ വീട്ടുകാർ അവരുടെ ചെയ്യുന്നത് ഭാഗത്തുനിന്ന് അവർ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ആത്മഹത്യയായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇപ്പോൾ 2-3 ദിവസം ചേട്ടാ സംസാരിക്കട്ടെ, രണ്ട് മൂന്ന് ദിവസമായി ഈ ഒരു പ്രശ്നം നടന്നിട്ട് ഈ പോലീസ് ഈ ഭാഗത്ത് വരികയോ, ഇത് നമ്മൾ പല രീതിയിലും പലരെ ഉപയോഗിച്ച് സംസാരിച്ചു. പോലീസ് ഇവിടെ വരികയോ ഇടപെടുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു അന്വേഷണം ഇവിടെ ഉണ്ടാകില്ല. പക്ഷേ ഇത് നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മരണം നടന്നിട്ട് 2-3 ദിവസമായി. ഞാൻ കുറെ നേരം കൊണ്ട് കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വിഷമം കൊണ്ടാണൊന്നും പറയാത്തത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കാര്യം മനസ്സിലാക്കണ്ടേ? ഈ മരണ വീട്ടിലുള്ള നിങ്ങളെ കൂത്താട്ടം മുഴുവനും ഞങ്ങൾ കണ്ടു. കുറെ നേരം കസായിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാതെ വയ്യ. എനിക്ക് പറയാനുള്ള അവസരം എന്താ? പറയാനുള്ള അവസരം എന്താ? ഇവര് 2-3 ദിവസമായി ഈ പറയുന്ന ആരും ഇവിടെ ഇല്ല. ഇവിടെ ഈ പറയുന്ന ആരുമില്ല. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു മനുഷ്യർ വന്നില്ല. ഈ 3 ദിവസം കഴിഞ്ഞു. ഈ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ഒരു വാർത്തയാവാൻ പോകുന്നു, ജനശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവര് ഈ കപട രാഷ്ട്രീയ മുഖം അണിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ഒരിക്കല് ചേട്ടാ ഈ മരിച്ച പെൺകുട്ടിയുടെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ്. അപ്പൊ അവരുടെ വിഷമങ്ങൾ പറയണ്ടേ? അതിനാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലാതെ ഒരു കുട്ടിക്ക് സംബന്ധം വന്നേലും ഗവൺമെന്റ് ജോലിക്കാരൻ പറഞ്ഞത് നല്ലൊരു സംബന്ധം വന്നതാണ്. അപ്പോഴവന് കൂടെ ഓഫീസർ കൂടെ അയക്കുള്ളൂ. അപ്പൊ ഓഫീസറാണ് ഇങ്ങനെ തന്നെ. അത് ആദ്യം മനസ്സിലാക്കണം. പൈസക്ക് ആർത്തി ഉള്ളവന്മാരേണ്ട ഇത്. നമ്മുടെ വിദ്യാഭ്യാസമേ തെറ്റാണെന്ന്. മറ്റുള്ളവരെല്ലാം താഴെ കാണിച്ച് ഒരുത്തൻ ജയിക്കുമ്പോൾ അവനെ മാത്രം റാങ്ക് കിട്ടിയ പൊക്കി പിടിച്ച് അപ്പം ബാക്കിയുള്ളവരെന്താണ്? ബാക്കിയുള്ള അസൂയല്ലേ? നീ മറ്റേ ഗവൺമെന്റ് ജോലിക്കാരെ ഏറി പോയിട്ടുണ്ടാ? തൊട്ടടുത്ത വീട്ടിലുള്ളവരെ അറിഞ്ഞൂടാ. തൊട്ടടുത്ത വീട്ടിലുള്ളത് മറ്റൊന്നും അറിഞ്ഞൂടാ. എന്തുകൊണ്ട്? നമ്മുടെ വിദ്യാഭ്യാസത്തിന് കുഴപ്പമാണ്. അങ്ങനെയുള്ള ഈ അതിർത്തിയിലല്ലോ കേട്ടോ, ഒന്ന് വെടി വെക്കാനോ സംസാരിച്ചോട്ടെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വൈകാരികമായിട്ട് ഇടപെട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു മരണ വീടാണ്. 2-3 ദിവസമായിട്ട് പോലീസിൻ്റെ പുറകെയൊക്കെ കേസുകാരായിട്ടായിരുന്നാലും മന്ത്രിമാരായിരുന്നാലും പലരെയൊക്കെ ഇടപെട്ട് കാണാനായിട്ട് മുമ്പോട്ട് പോയി. പക്ഷേ ഒരു മനുഷ്യൻ പോലും ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കുകയോ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് തിരക്കുകയോ കേസിൻ്റെ പരമായിട്ട് മുമ്പോട്ട് പോവുകയോ ചെയ്തിട്ടില്ല. നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്കും പറയുന്നത് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായിട്ട് കൊണ്ടുപോകുമ്പോൾ മോളുടെ ദേഹത്തൊക്കെ ഒരുപാട് മുറിവുകളുണ്ട്. അത് നമുക്ക് പച്ചയായിട്ട് അറിയാവുന്നതാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളിവിടെ സംസാരിച്ചപ്പോഴേ നിഷ്പക്ഷമായിട്ടുള്ള എത്രയോ പേര് സംസാരിച്ചു. ഇത് വെറും ഊഹാപോഹമല്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്നു നിന്ന് ഈ കുട്ടിയെ തന്നെ മതിയെന്നും അവളുടെ സ്വപ്നങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കുമെന്നും അതിന് വേണ്ടിയിട്ട് അവൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇവിടെ വന്ന് കല്യാണം കഴിയില്ല. ഇവരൊക്കെ പറയും പോലെ ഞങ്ങൾ ആരും കൊണ്ടുവന്ന് ഇവളെ അവരുടെ വീട്ടിൽ കൊണ്ട് ആക്കി കൊടുത്തതല്ല. ഇവിടെ വന്ന് ചോദിച്ച് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിനായിരുന്നാലും ഇവളുടെ ഒരു അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജോലിയുടെ കേസൊക്കെ ഏകദേശം ഒരു വിധം ആയി വന്നതാണ്. അതിനൊക്കെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. എന്നിട്ടാണ് ഈ സന്ദീപിനെ അനുകൂലിക്കാനും കുറച്ച് പേരുണ്ട് എന്നുള്ളതാണ്. അത് സ്വാഭാവികം. അവ ഉന്നത രാഷ്ട്രീയ പിടിപാടുള്ള ആളാണ്, അതറിയാം. സന്ദീപിന്റെ പാർട്ടിക്കാരാണ് അവരൊക്കെ അധികാരത്തിന്റെ അപകർഷത്തിന് വേണ്ടിയിട്ട് അവൻ ഇട്ട് കൊടുക്കുന്ന പിച്ചക്കാശിന് വേണ്ടി വന്നിരിക്കുന്നവരാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് അല്ല, ഇപ്പൊ പുള്ളിയുടേതായ അഭിപ്രായം പറഞ്ഞതാണ്. അഭിപ്രായത്തോടല്ല, ഒരു പാർട്ടിയെ വലിച്ചിഴക്കരുത്. ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കുടുംബമായിട്ട് ഏറ്റവും വലിയ ബന്ധമുള്ള ഒരാളാണ്. ഈ 2-3 ദിവസമായിട്ട് ഇവന്മാരിവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? യൂട്യൂബിൽ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് മുഖം കാണിക്കാനും നിങ്ങൾക്കറിയാലോ. മരണ വീടായി പോയി. കാര്യം പറയട്ടെ. ആദ്യമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ തൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേ ഈ കൊച്ചിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്ത് ഇത്രത്തോളം വിഷമമാകുമായിരുന്നോ?
ഇപ്പൊ വീണ്ടും ഇവിടെ കെട്ടിക്കൊണ്ട് ഞാൻ ഇത്രയും സ്ത്രീധനം കൊടുത്ത് അയച്ചതല്ലേ, ഈ വീട്ടിൽ തന്നെ കിടന്നോട്ട് ഇനി നിനക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് വരല്ലേ, നിന്റെ ഭർത്താവായി നിന്റെ ഭർത്താവിന്റെ വീടായി എന്ന് ചിന്തിച്ചോണ്ടല്ലേ നിങ്ങൾ അത് ചോദിക്കുന്നത്. എന്താണ് വിശദമായ കാര്യം? ഈ സമയത്തല്ല ആദ്യമേ അത് ചെയ്യണമായിരുന്നു. മനസ്സിലായില്ല? ആദ്യമേ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാരും കൂടെ വന്നത് എന്റെ കുട്ടിയെ കുറ്റം പറഞ്ഞ് മുമ്പോട്ട് പോവാനല്ലേ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഈ കാര്യം ഒന്നും അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇത്ര വലിയ പീഡനം ഉണ്ടായിട്ട് നിങ്ങളാരും ആ സൈഡ് പറയരുത്. ഞങ്ങൾ പണത്തിന് മാത്രമേ കുറവുള്ളൂ. നേരത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ആരതിയുടെ മാമൻ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ആരതി ആത്മഹത്യ ചെയ്തു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സത്യമേ പറയൂ. അത് ദുരൂഹത ഉള്ളതായിട്ട് പലരും പറയുന്നുണ്ട്. ദുരൂഹത നേരത്തെ കണ്ടില്ല, ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി. അല്ല, ഇത് അവളെ അടിച്ചു കൊന്ന തന്നെ. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു. ഇതൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യമേ എൻ്റെ മോന് വേണ്ടി ഞാൻ ആലോചിച്ചതാണ്. അപ്പോൾ അവന് സർക്കാർ ഉദ്യോഗം ഇല്ല, ഉദ്യോഗക്കാരുടെ ആയിക്കോളൂ. എൻ്റെ അളിയൻ്റെ തെറ്റ് തന്നെ. പിന്നെ ഞാൻ പറയാനുള്ളതൊക്കെ പറയും. അപ്പോൾ ആ ഒരു വിവാഹത്തിൽ ആരതിക്ക് ഇഷ്ടമുണ്ടായി ഇല്ല, കൊച്ചിനെ കെട്ടിച്ച് വിട്ടല്ലേ. അവൾക്ക് എൻ്റെ കൂടെ എൻ്റെ മോനൂടെ പോകാനല്ലേ ഇഷ്ടമുള്ളൂ. അവനെന്തൊരു സർക്കാർ ഉദ്യോഗമില്ലെന്ന് പറഞ്ഞ് ഗൾഫിൽ കിടന്ന് പൈസ ഉണ്ടാക്കുന്നില്ല. വീട്ടുകാർ സമ്മതിക്കാതെ പോയത് ബന്ധുവും കൂടിയാകും. അല്ല, ഈ അസൂയക്കാർ പലതും പറയും, എൻ്റെ മോൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊക്കെ പറയാനുള്ളവർ പറയും. എന്തൊക്കെ പറഞ്ഞാലും ഈ കൊച്ചിനെ അവൻ്റെ കൂടെ പിടിച്ച് ഈ ഉള്ള പണമെല്ലാം വാരി കൊടുത്ത് അയക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അതല്ലേ ഈ ദോഷമെല്ലാം വന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ ഉള്ളവന്മാർ പലരും കണ്ടില്ലേ ഇവിടെ ബഹളങ്ങളും അട്ടഹാസങ്ങളും ബഹളങ്ങളും. അവൻ്റെയൊക്കെ കുടുംബത്തിൽ നടക്കുമ്പോഴേ അറിയാവൂ. നമ്മളെ കുടുംബത്തിൽ നിന്ന് എന്തെല്ലാം ഇവിടെ പോരുകൾ കാണിച്ച്. ഇതൊക്കെ ദൈവം ഒരുത്തം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് വരും, എല്ലാവർക്കും വരും. ആനാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമെന്ന് പറയില്ലേ പണ്ട്. എനിക്ക് പണക്കൊന്നുമില്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ വരും. പിന്നെ നമ്മളെ എല്ലാവർക്കും നമ്മളൊരു ശത്രു എല്ലാവർക്കും. ഇനി ആരും എന്തൊരു ശത്രു കാണിച്ചാലും എൻ്റെ മോളെ പോലെ എൻ്റെ പിള്ള തന്നെ അത് ഈ സംഭവം സംഭവിച്ചാൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. പിന്നെ ചിലവരൊക്കെ ഇപ്പോൾ പലതും ഈ അസൂയക്കാരല്ലേ, പലതുമൊക്കെ പറയും. ഈ പെൺകുട്ടികളുടെ ഇഷ്ടം നോക്കാതെ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് മാത്രം നോക്കി. സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിലൊക്കെ ഉള്ള ജീവിക്കണമെന്നൊക്കെ. സ്റ്റാറ്റസ് എനിക്ക് സ്റ്റാറ്റസൊക്കെ ഉള്ള തന്നെ. ഞാൻ നല്ല സ്റ്റാറ്റസ് ഉള്ള എൻ്റെ കുടുംബം അങ്ങനെ തന്നെയാണ്. അത് അതിന് സ്റ്റാറ്റസിനൊന്നും ഒരു കുറവും വരില്ല. അല്ലേട്ടാ, ഞാൻ ചോദിച്ചതല്ല. ഈ ആരതിയുടെ മരണം ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ ഈ ആരതിയെ നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഫാമിലിയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ചിലപ്പോൾ വീട്ടുകാരുടെ താല്പര്യം. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഈ സ്റ്റാറ്റസ് നോക്കി നടന്നിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കണ്? അത് നിങ്ങൾ പറയും. അതിന് ഉത്തരവുള്ള അവിടെ ആരെങ്കിലും പറയണുണ്ടോ? ഇത്രയും പേര് ബഹളം ഉണ്ടാക്കിയില്ലേ? ഇതൊരു മരണ വീട് തന്നെ. ഈ ബഹളമെല്ലാം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് കുറ്റമായി പോകും. നമ്മളിവിടെ ആരും അംഗീകരിക്കണമില്ല. എൻ്റെ ചെറുക്കൻ ഗൾഫിൽ കിടന്ന് ഇവിടെ സർക്കാർ ഉദ്യോഗം ഉണ്ടാക്കണേക്കാളും പൈസ ഉണ്ടാക്കാൻ തന്നെ. അതാരും കാണുന്നില്ലല്ലോ. എൻ്റെ അളിയൻ കണ്ട. എൻ്റെ അളിയൻ അല്ലെങ്കിൽ ഒരു വാക്ക് പറയാനല്ലോ, സഹോദരി പോട്ട്, എൻ്റെ അളിയന് പറയായിരുന്നല്ലോ. എൻ്റെ മോനോട് അയച്ചാൽ പോരായിരുന്നു. ചേട്ടൻ ഒന്നും അതിനെക്കുറിച്ച് അനുകൂലമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. ഈ ചെറുപ്പത്തിലെ പിള്ളേരൊക്കെ അയക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ സർക്കാർ ഉദ്യോഗമൊന്നുമില്ലേ അന്വേഷിച്ച് കിടന്നത്. അതിങ്ങനെ വരുള്ളൂ. ഈ നമ്മുടെ പട്ടാളം ഈ ഇത് പറഞ്ഞു കേട്ടില്ലേ? ഞാൻ ഒന്നും എന്നെ കൊണ്ടൊന്നും പറയിക്കായിരുന്ന കൊള്ളാം. ഞാൻ പറഞ്ഞാൽ പറയണത് കുറ്റമായി പോകും. ഇവിടെ ഇതിപ്പോൾ ഒരു ദുരൂഹത ഉണ്ടല്ലോ, ആത്മഹത്യയാണ് അല്ലെങ്കിൽ കൊലപാതകമാണ്. അത് പുറത്ത് വരണം. അത് പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ഉള്ള കാര്യം പറഞ്ഞ അവ അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയത് തന്നെയാണ്. ഉറപ്പായിട്ടും അതിന് ഒരു മാറ്റവും ഇല്ല. ആത്മഹത്യ ചെയ്യില്ല. അതെങ്ങനെ ആത്മഹത്യ ചെയ്യും? അവൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈ അശോകൻ ചേട്ടനുമായിട്ടൊക്കെ ചേട്ടൻ പിണക്കമാണെങ്കിലും ആരതിയും ചേട്ടനുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ടോ? അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യയായിട്ടൊക്കെ? ഈ കല്യാണം നടന്ന ശേഷം ഞാൻ പിന്നെ ആരുമായിട്ടും അങ്ങനെ വലിയ ബന്ധങ്ങളില്ല. പിന്നെ മരണം അറിഞ്ഞപ്പോൾ വന്നു, അതേ ഉള്ളൂ. അല്ല എൻ്റെ എന്തിനു പറയണ്. ആരതിയോടൊപ്പം വർക്ക് ചെയ്തിരുന്ന. അപ്പോൾ ആരതിയെ എത്ര നാളായിട്ട് അറിയാം? 2-3 years. എങ്ങനെയായിരുന്നു ആരതി?
ആരതി ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ആളായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം നന്നായിട്ട് പഠിക്കുമായിരുന്നു മുമ്പ് എന്നാണ് അറിഞ്ഞിട്ടുള്ള. ജോലിയുടെ കാര്യത്തിലായാലും നല്ല ഇതിലായിരുന്നു. ആൾ യു എസിൽ ഓൺസൈറ്റിൽ പോയി സെറ്റിലൊക്കെ ആവാനായിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അതിനുള്ള ഓഫറൊക്കെ വന്നതാണ്. അപ്പോഴായിരുന്നു ഈ മാരേജ് ഈ ഒരു പ്രപ്പോസൽ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്യാൻ വന്നിട്ടില്ല ശരിക്കും. റിസൈൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ജോലി സന്ദീപ് അല്ലെങ്കിൽ ഭർത്താവ് റിസൈൻ ചെയ്യിപ്പിച്ചു, അങ്ങനെയാണ് പിന്നീട് ജോലിക്ക് വരാതിരുന്നത് എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞേക്കുന്നതാണ്. പുള്ളിക്കാരി അങ്ങനെ ഒരുപാടായിട്ട് നമ്മുടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു ഡിവോഴ്സിലേക്ക് തന്നെ പോകാവുന്ന ഒരു ബന്ധം വീട്ടുകാർക്ക് വേണ്ടി പുള്ളിക്കാരി സഹിക്കുമായിരുന്നു. അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി സഹിക്കുമായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രഷറിൽ തന്നെയാണ് ഈ കമ്പനിയിൽ ജോലി തന്നെ റിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ജോലിയിൽ ശരിക്കും പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഒരാളായിരുന്നു ആരതി. നമുക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ആരതി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ ശരിക്കും ആക്റ്റീവായിട്ടുള്ള അത്രയും തന്നെ നമുക്കൊരു ഗ്യാങ് ഉണ്ട്. അപ്പം ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ഗെറ്റ് ടുഗദറിൽ തന്നെ പുള്ളിക്കാരൻ വരികയും വയലൻ്റ് ആവുകയും ഷൗട്ട് ചെയ്തിട്ട് ആരതിയെ വിളിച്ചിറക്കി കൊണ്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഓവർ പൊസസീവ്നെസ്സിൻ്റെയൊക്കെ അത് പൊസസീവ്നെസ് ആണെന്ന് അറിയില്ല. ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ പറയുവാണെങ്കിൽ ടോട്ടലി ഉണ്ട്. എന്നാലും ജെൻസിൻ്റെ ഒരു റിലേഷന് പുള്ളിക്ക് എന്തൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോഴും അതൊന്നും പുള്ളിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾ ആണുങ്ങളെന്ന് അധികം വിളിക്കാറൊന്നുമില്ല. അശ്വതി ടോക്സിക് മൈൻഡായിട്ടാണ് പുള്ളിക്കാരി അധികം അതിനെക്കുറിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നേ അറിയുള്ളൂ. ഞങ്ങളുടെ വീട്ടിലുള്ള അശ്വതി എന്നുള്ള ആളുണ്ട്. പുള്ളിക്കാരിയായിട്ടായിരുന്നു കൂടുതൽ കമ്പനി. ഇപ്പോൾ ഈ മരണം നടക്കുന്നതിൻ്റെ അടുത്ത ദിവസം പുള്ളിക്കാരുടെ മാരേജ് ആയിരുന്നു. അപ്പോൾ അതിന് പോകണം, അടിച്ചു പൊളിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഇതിനൊരു 5-6 ദിവസം മുമ്പ് ഒരു മെസ്സേജ് വന്നതാണ്. അതിനുശേഷം പിന്നെ ഈ അശ്വതി എന്നെ വിളിച്ചിട്ടും കോളൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങളൊന്നും അറിയുന്നില്ല എന്താണ് അവസ്ഥ എന്നൊന്നും. പിന്നെയാണ് പെട്ടെന്നൊരു ദിവസം ഇത് അറിയുന്നത്. അപ്പം അങ്ങനെ ഒരിക്കലും വളരെ സന്തോഷവതിയായി കണ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ആരതി. ഒരു ആത്മഹത്യ ചെയ്യും എന്ന് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു സ്വന്തം എഫർട്ടിൽ സ്ട്രഗിൾ ചെയ്ത് നിന്നൊരാൾ ഇത്രയും ഒരു വലിയൊരു സ്റ്റേജിൽ അച്ചീവ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഇത്രയും ബോൾഡായിട്ടുള്ള ഒരിക്കലും ഇത്രയും ബോൾഡായ ഒരാൾ സൂയിസൈഡ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നുള്ളത് അറിയാന്നുള്ളത്. ഇപ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും അതെല്ലാം ഓവർകം ചെയ്യും എന്നുള്ളൊരു ആ രീതിയിൽ കോൺഫിഡൻസ് ഉള്ള ആളായിരുന്നു. അപ്പം എന്ത് വന്നു കഴിഞ്ഞാലും സക്സസ് ഉണ്ടാവും എന്നതിന് വിശ്വസിച്ച ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ അങ്ങനെ ഒളിച്ചോടി ഇങ്ങനെ പോകുമെന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ എൻ്റെ ഒരു നിഗമനമാണ്, ശരിയാണോന്ന് അറിയില്ല. ചിലപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആരതി അതിൽ ചിലപ്പോൾ ഭർത്താവ് സമ്മതിക്കാതെ വന്നതിൻ്റെ മനോവിഷമത്താൽ ഒരുപക്ഷെ സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു അങ്ങനെ എനിക്ക് തോന്നുന്നു. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലും സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഡൈവേഴ്സ് പോരുന്നല്ലോ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇത്രയും ഇതായിട്ടൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല. പക്ഷേ ഡൈവേഴ്സൊക്കെ ചെയ്ത് പോയിരുന്നല്ലോ, മുമ്പോട്ട് പോയിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ആരതി. ശരിക്കും ഒരു ഫാമിലി ലൈഫ് തകർന്നതുകൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ മാത്രം അങ്ങനെയൊന്നും ഒരാളായിരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഡിവോഴ്സിൻ്റെ ടീച്ചറും അതുപോലെ നാട്ടുകാരെ പറയാം വളരെ ബ്രൈറ്റ് ആണ്, എപ്പോഴും പോസിറ്റീവ് വൈബുള്ളൊരു കുട്ടിയാണ് എന്നാണ് പറയുന്നത്. അല്ല, ഈ റിലേഷൻ തന്നെ ഡിവോഴ്സിലേക്ക് എത്താവുന്ന ഒരു റിലേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് വീട്ടുകാർക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഫാമിലി ലൈഫ് തകർന്നു എന്നുള്ള രീതിയിൽ ഒരു സൂയിസൈഡിൻ്റെ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരാളല്ല ആരതി ശരിക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം സഹിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ നിലനിൽക്കുന്നില്ലേ അല്ലേ? വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച് പലപ്പോഴും ആഗ്രഹങ്ങൾ തളച്ചിടപ്പെടുന്ന, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ആഗ്രഹങ്ങൾ തളച്ചിടപ്പെടുന്ന ഒരു അവസ്ഥ എന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പുതിയ തലമുറയുടെ വക്താക്കൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് അത് മാറണ്ടേ? അത് മാറേണ്ട തലമുറ ഇവിടെ ആണ് പെണ്ണ് അങ്ങനെ ഒന്നും പുതിയത് പഴയത് എന്നൊന്നില്ല. എക്സ്പോസ് ചെയ്യേണ്ട എപ്പോഴും ഒരാളുടെ കഴിവിനെയാണ്. അല്ലാതെ ഇപ്പം എപ്പോഴും ഒരു ആണിൻ്റെ കീഴിൽ പെണ്ണ് അങ്ങനെയൊന്നുമില്ല. ഇപ്പം അല്ലെങ്കിൽ ആണിനെ ഡിപ്പെൻഡ് ചെയ്താലേ ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റൂ. അങ്ങനെ അതൊക്കെ ഒരു അങ്ങനെ തുടങ്ങി വെച്ച ഒരു അത് കാലകാലങ്ങളായിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊരു ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. മാറുമായിരിക്കാം, മാറണം. എല്ലാം രണ്ടുപേരും ഈക്വലായിരിക്കണം. ആണായാലും പെണ്ണായാലും ഈക്വലായിരിക്കണം. ജോലിയും കാര്യങ്ങളും എല്ലാം രണ്ടുപേർക്കും ഉണ്ടാവണം. ഇപ്പോൾ ആരതിയുടെ കാര്യത്തിലായാലും എന്താണ് ജോലി ചെയ്യണം എന്ന് തന്നെ, ജോലി ചെയ്ത് തന്നെ ജീവിക്കണം എന്ന് വിചാരിച്ച ആളായിരുന്നു. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞതോടെ ഈ ജോലി നിർത്തിയതായിരുന്നു ആദ്യത്തെ ഒരു എന്താണ് പ്രോബ്ലം എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ആൾക്ക്
അധികം ഈ ഒരു സർക്കിളുമായിട്ട് സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ വാട്സപ്പായിട്ടൊക്കെ അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതുവഴിയുള്ള കോൺടാക്ട് പിന്നെ അധികം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ അശ്വതിയായിട്ടായിരുന്നു അധികം കോൺടാക്ട്. അപ്പം ഈ പറയുന്ന പ്രശ്നങ്ങളും കൂടുതലും അശ്വതി വഴിയാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. അശ്വതിയുടെ വിവാഹത്തിന് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊരു പ്ലാനിലായിരുന്നു. പക്ഷേ അതിൻ്റെ വളരെ പോസിറ്റീവായിട്ടാണ് അതെ അതെ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവും. എന്തായാലും ഫൈനൽ റിപ്പോർട്ട് വരട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇവിടെ എനിക്കറിയാൻ കഴിയുന്നത് പലരും ഇപ്പോൾ കണ്ടില്ല, നേരത്തെ പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ കൂടെ ഉണ്ടായി. ഇപ്പോൾ ചില അധികാര വർഗ്ഗങ്ങളുടേതായിട്ടുള്ള ചില കളികളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആരെയും ഞങ്ങൾക്കെല്ലാം പരിചയമില്ല. ബ്രദറിനെ അറിയാം, അല്ലാതെ വേറെ ആരെയും പരിചയമില്ല. പിന്നെ ഈ സന്ദീപ് ആക്ച്വലി വെൽ സെറ്റിൽ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം, അറിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന വേദിയിലേക്ക് വന്ന് പുള്ളി വളരെ ടോക്സിക് ആയിട്ടൊക്കെ പെരുമാറിയെന്നൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നൊരു ഓവർ പൊസസീവ്നെസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കില്ല, ഒരു സംശയ രോഗത്തിൻ്റെ ഒരു അവസ്ഥയിലേക്കൊക്കെ പുള്ളി പോയിട്ടുണ്ടാവും. തന്നെ ആവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അതിനകത്ത് ആധികാരികമായി പറയാനായിട്ടുള്ളൊരു അറിയില്ല, നമ്മൾ കാണുന്നതാണല്ലോ. അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂസ് അങ്ങനെ ഫ്രണ്ട്സിനോട് അത്രയും ഫ്രാങ്കായിട്ട് ഷെയർ ചെയ്യുന്ന ആളുടെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അത് ഒരു പ്രോബ്ലം അല്ല എന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ക്ലാരിറ്റിയിൽ പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം നടക്കട്ടെ, തെളിയട്ടെ. ഉറപ്പായിട്ടും അവരോടൊപ്പം വർക്ക് ചെയ്തിരുന്ന അവരാണത്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഒരിക്കലും ആരതി ആത്മഹത്യ ചെയ്യില്ല, അത് തെളിയട്ടെ. ആ ചേട്ടൻ ആരതിയുടെ അയൽവാസിയാണെന്ന് അറിഞ്ഞു, അതിലൊരു പോലീസ് കോൺസ്റ്റബിൾ ആണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഇവിടെ ഉയർന്നു വന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഈ ആരതിയുടെ മരണത്തിൻ്റെ അന്വേഷണത്തിൽ താങ്കളും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അന്വേഷണത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. കേസ് അന്വേഷണത്തിലും നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല. ഈ മരണം നടന്നിരിക്കുന്ന വീട്, അതായത് സന്ദീപിൻ്റെ വീടെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഷൻ്റെ പരിധിയിൽ തന്നെയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ഒരു ആത്മഹത്യയാണ്. നമുക്ക് സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു. അതൊന്നും മരണകാരണമായ മുറിവുകളല്ല എന്നുണ്ടെങ്കിൽ പോലും ആ മുറിവിനൊരു 24 മണിക്കൂറിൽ കൂടുതലുള്ള പഴക്കവും ഉണ്ടായിരുന്നു. സ്ത്രീധന പീഡനത്തിനെ സംബന്ധിച്ച് ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. പെൺകുട്ടിയുടെ മൊബൈൽ കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് അയച്ച മെസ്സേജുകൾ, വീട്ടുകാർക്ക് അയച്ച മെസ്സേജുകൾ, ഇതൊന്നും അതിലില്ല. അതൊരു തെളിവ് നശിപ്പിക്കലല്ലേ അത്? അല്ല, ഒരാഴ്ച കൂടുതലായി ആ മൊബൈലിൽ നിന്ന് വേറെ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. ആ മൊബൈൽ ഫ്രീസായിരുന്നു. സ്ത്രീധന പീഡനം എന്നൊരു ഓപ്ഷൻ നമുക്കുണ്ട്, അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ പലരും പറയുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ സംഭവിച്ചിട്ടില്ല. നമ്മുടെ മൊബൈൽ പരിശോധിച്ചതിന് ശേഷം വരാനുള്ള സൈബർ വിങ്ങിൻ്റെ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇതനുസരിച്ച് കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിച്ചിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. പ്രതി ഇനി എത്ര ഉന്നതനായിരുന്നാലും. അപ്പോൾ ഇതൊരു സ്ത്രീധന പീഡന കൊലപാതകമാണ് എന്നുള്ളതാണ് പലരും എടുത്തു കാണിക്കുന്ന ഒരു വസ്തുത. സ്ത്രീധന പീഡന കൊലപാതകമല്ല, സംഭവിച്ചിരിക്കുന്ന ആത്മഹത്യ തന്നെയാണ്. ആൾ തൂങ്ങി നിൽക്കുന്നു, വീടിൻ്റെ ഡോറ് പൊളിച്ചാണ് അകത്തേക്ക് കയറിയത്, പോലീസാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന സന്ദീപ് അവിടെ ഇല്ല, പ്രതിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. പറയാൻ പറ്റില്ലെങ്കിലും അതായത് മരിച്ച പെൺകുട്ടിയുടെ അമ്മായിയമ്മ അവരറിയിച്ചതിനെ തുടർന്നാണ് അവിടെ എത്തുന്നത്. ഈ സംഭവ സമയത്ത് സന്ദീപ് അവിടെ ഇല്ലായിരുന്നു. സന്ദീപിൻ്റെ പേരിലാണ് ഇപ്പോൾ ആരോപണം. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്നത് സന്ദീപിനെയാണ്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. കാരണം ആ സമയത്ത് അവിടെ ഇല്ലാത്ത ഒരാളുടെ പേരിൽ ഒരു അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിയാത്മകമായ ഒരു അന്വേഷണം തന്നെ അതിൻ്റെ പേരിൽ വേണ്ടി വരും. വാസ്തവത്തിൽ എന്തെങ്കിലും ക്രൈം ഇവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രതി ഇനി എത്ര ഉന്നതനായിരുന്നാലും രക്ഷപ്പെടില്ല, അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യും. അന്വേഷണമൊക്കെ ഒരു പ്രഹസനമായിട്ട് മാറുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ അറിയാൻ കഴിയുന്നത്. കാരണം ബന്ധുക്കളും മറ്റുള്ളവരും നാട്ടുകാരൊക്കെ പറയുന്നത് ഒരിക്കലും ആരതി ഇങ്ങനെ ആത്മഹത്യ ചെയ്യില്ല, അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയല്ലത്. അപ്പോൾ ഇത് ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനവും പിന്നെ ഈ സന്ദീപ് എന്ന പുള്ളിയുടെ ഒരു ഗവൺമെൻറ് ജോലിയൊക്കെയുള്ള ആളാണല്ലോ, അതിൻ്റെ ഒരു അധികാര പദവിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് തേച്ചു മാച്ച് കളയുമെന്നൊക്കെ പല അഭിപ്രായങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ അയൽവാസിയാണ്. ഞാൻ ട്രാൻസ്ഫറായി വന്നതിന് ശേഷമാണ് ആരതിയുടെ കല്യാണം. എനിക്ക് വളരെ നന്നായി അറിയാവുന്ന കുട്ടിയാണ്, വളരെ നല്ല കുട്ടിയാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് 100% ന്യായം, നീതി, ഈ രീതിയിലുള്ള അന്വേഷണം നടക്കും.
അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നാണ്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ ഇതിൽ ഒരു തരത്തിൽപ്പെട്ട രാഷ്ട്രീയ ഇടപെടലുകൾക്കും നമ്മൾ അവസരം ഉണ്ടാക്കുന്നില്ല. അതാണ് പറഞ്ഞത്, പ്രതി ഇനി എത്ര ഉന്നതനായിരുന്നാലും അറസ്റ്റ് ചെയ്തിരിക്കും. രാഷ്ട്രീയ നേതാക്കൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, സിനിമാ നടന്മാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ ഇതിൽ സ്ത്രീധന പീഡനം എന്നൊരു ആരോപണം വന്ന സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 303, 498 ഈ 2 വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ തന്നെ സന്ദീപിനകത്താക്കും. അതിന് നമുക്ക് വേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ച് കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സന്ദീപുമായി എന്തെങ്കിലും സംസാരിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു സന്ദീപിൻ്റെ സർവീസ് സംഘടന വളരെ സ്ട്രോങ് ആണ്. സർവീസ് സംഘടനയുടെ ഇടപെടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേസിനെ അട്ടിമറിക്കാൻ കണക്കായ രീതിയിലുള്ളതല്ല. അതാണ് പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല. അല്ല, സന്ദീപുമായിട്ട് ചോദ്യം ചെയ്യലുണ്ടായിട്ടില്ലേ പോലീസ്? സന്ദീപുമായി ചോദ്യം ചെയ്തു. സന്ദീപിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിയിച്ചത് അയാൾ ആ പരിസരത്തെ ഇല്ലായിരുന്നു, ജോലി സ്ഥലത്തായിരുന്നു. മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ നോക്കി. മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ പോലും കറക്റ്റ് അയാൾ അറിയിച്ചത് കറക്റ്റാണ്. അയാൾ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? തെളിവാണ് പ്രശ്നം. ആ തെളിവിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ മരണപ്പെട്ട കുട്ടിയുടെ ശരീരത്തിൽ നിറയെ മുറിവുകളുണ്ടായിരുന്നു. ഇത് പ്രതിയാണോ ചെയ്തത് എന്ന് നമുക്ക് അന്വേഷിക്കണം. പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന സന്ദീപാണോ ചെയ്തതെന്ന് നമുക്ക് അന്വേഷിക്കണം. സ്ത്രീധന പീഡനം നടന്നിട്ടുണ്ടോ? ഈ പറയുന്ന ആരതി 2 മാസങ്ങൾക്ക് മുമ്പായിട്ട് കൂട്ടുകാരിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആത്മഹത്യ ചെയ്തിട്ടില്ല. അതായത് ആത്മഹത്യ ടെൻഡൻസി ഉണ്ടായിരുന്ന ആളാണ് ആരതി എന്ന് തെളിയിക്കാൻ സന്ദീപിന് ഇത് മതി. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിരന്തരമായി സ്ത്രീധന പീഡനത്തിന് ഇരയാണോ ഈ ആരതി എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സാർ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഈ ആരതിയുടെ ഫോണൊക്കെ ഫോർമാറ്റ് ചെയ്തു, അത് തെളിവൊന്നും അത് ഒരാഴ്ച മുമ്പല്ലേ മെസ്സേജ് വന്നപ്പോൾ സാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വീട്ടുകാർക്കും അയച്ചെന്ന് പറയുന്നത് ഞാൻ തൊട്ടടുത്താണ് താമസം. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. വീട്ടുകാർക്കും ഈ മെസ്സേജുകളെല്ലാം അയച്ചു എന്നാണ് പറയുന്നത്. ഞാൻ തൊട്ടടുത്താണ് താമസം. ഈ രീതിയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളത് എന്നെ അറിയിക്കണ്ടേ? ഇതെല്ലാം വളരെ രഹസ്യമായിരുന്നു. കല്യാണം കഴിപ്പിച്ച് അയച്ചു വിടുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നിയമപരമായി നേരിടാനുള്ള ഒരു കഴിവ് വേണം. ചിലപ്പോൾ ആ ഒരു കഴിവ് കുറവായിരിക്കാം. ചിലപ്പോൾ അവർക്ക് സാമ്പത്തികപരമായിട്ടൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു ഫാമിലി ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ടാകാം. അതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സാമ്പത്തികപരമായി വളരെ നിലവാരം കുറഞ്ഞ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഈ കല്യാണമൊന്നും ആ രീതിയിലല്ല നടന്നത്. അവൻ ചോദിച്ച സ്വർണം കൊടുത്ത്, കാറ് കൊടുത്ത്, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് സാർ? അത് ഇപ്പോൾ ഈ പറയുന്നില്ലേ, ഇപ്പോൾ സ്വന്തം മകൾ നല്ലൊരു ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടായാലും മാതാപിതാക്കൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ത്യാഗമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ഈ സ്വർണവും പണവും കൊടുത്ത് പെൺകുട്ടി എങ്ങനെ അയക്കണമെന്നല്ല, അവൾ അവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുകൂടി അന്വേഷിക്കാനുള്ളൊരു ബാധ്യത അവർക്കുണ്ടായിരുന്നു. ഞാൻ കുട്ടിയുടെ ചിറ്റപ്പനോടും സഹോദരനോടൊക്കെ സംസാരിച്ചതാണ്. എൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകത്തില്ല. കൃത്യമായ രീതിയിൽ ഇതിലെ പ്രതി സന്ദീപിനെ കൃത്യമായ രീതിയിൽ കുടുക്കിയിരിക്കും. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന അതിലെ കാരണം വളരെ സ്മാർട്ടായിട്ടാണ് ഈ ഗെയിം നടന്നിരിക്കുന്നത്. ഇത് ഒരു കൊലപാതക പ്രേരണാ കുറ്റമാണെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സന്ദീപിനെയും സന്ദീപിൻ്റെ വീട്ടുകാരെയും ചോദ്യം ചെയ്തതിൽ നിന്നും എന്തെങ്കിലും ഇല്ല, അവരുടെ മൊഴിയിലൊന്നും യാതൊരു വൈവിധ്യവും ഇല്ല. സന്ദീപിൻ്റെ അമ്മ പറഞ്ഞ മൊഴി തന്നെയാണ് സന്ദീപ് പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് ആ സമയം അവിടെ ഇല്ലായിരുന്നു. സന്ദീപിൻ്റെ അമ്മ തന്നെ ഈ മരണം നടന്ന് ഒരു 6 മണിക്കൂറിന് ശേഷമാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഒരു വീട്ടിൻ്റെ അകത്ത് അവർ അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഈ പെൺകുട്ടി അടച്ച് റൂമിനകത്തായിരുന്നു എന്നാണ് അവർ പറയുന്നത്. 6 മണിക്കൂർ നേരമൊക്കെ ഒരാൾ അന്വേഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. 6 മണിക്കൂറിന് ശേഷം വിളിച്ചിട്ട് വാതിൽ തുറന്നില്ല, പോലീസിനെ അറിയിച്ചു, ചവിട്ടി തുറന്ന് കയറി. ഇതാണ് സംഭവിച്ചത്. അതിലെല്ലാം കൃത്യമായ രീതിയിൽ ഒരു ആത്മഹത്യ തന്നെയാണ്. പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവൊക്കെ 24 മണിക്കൂറിൽ കൂടുതൽ പഴക്കമുണ്ടായിരുന്നു. ആ മുറിവുകളെല്ലാം ഏകദേശം ഉണങ്ങിയ ആ രീതിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും അതൊന്നും മരണകാരണമല്ല. പക്ഷേ അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതൊരു അന്വേഷണ വിധേയമാക്കണ്ടേ സാർ? അത് അന്വേഷണ വിധേയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 303 ആത്മഹത്യാ പ്രേരണക്കുറ്റം മാത്രമല്ല. ആത്മഹത്യാ പ്രേരണക്കുറ്റമാണെങ്കിലും അത് കൊലക്കുറ്റം തന്നെയാണ്. 302 തന്നെ എടുക്കും. അതിൻ്റെ കൂടെ സ്ത്രീധന പീഡനം 498 ഈ വകുപ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത രീതിയിൽ പ്രതിയാകത്താവും. ഗവൺമെൻറ് ജോലി നഷ്ടപ്പെടും. അപ്പോൾ അത് സാർ പറയുന്നത് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയില്ല. നമ്മുടെ പോലീസിനെ തന്നെ ഇത് രാഷ്ട്രീയപരമായിട്ട് സ്വാധീനിച്ചിട്ടുമില്ല. ഈ പ്രതി തന്നെ സാമ്പത്തികപരമായി നല്ല ഉന്നത ശ്രേണിയിലുള്ള ആളാണ്. രാഷ്ട്രീയപരമായി ബന്ധമുണ്ട്, ബന്ധുക്കൾക്കെല്ലാം രാഷ്ട്രീയപരമായി ബന്ധമുണ്ട്.
അതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല ഇത്. ചിലപ്പോൾ ഈ അധികാരിവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പോലീസുകാരൊക്കെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാവകളായി മാറുന്നു എന്നുള്ളതാണ് സത്യം. അത് അങ്ങനെ നമ്മൾ പലപ്പോഴും അങ്ങനെ കളിപ്പാവകളൊന്നും ആവാറില്ല. അങ്ങനെ കളിപ്പാവകളൊന്നും ആയി മാറാറില്ല. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ 4 ദിവസം കൊണ്ട് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. പക്ഷേ ഇത് അധികം പറഞ്ഞു കണ്ടില്ല വാർത്തകളിലും ചാനലുകളിലൊന്നും. ഇത് വലിയൊരു വാർത്തയായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു സംഭവമായിട്ടോ തന്നെ കാണിച്ചിട്ടില്ല. വെറും ചെറിയ കോളം വാർത്തകളിലൊക്കെ ഒതുങ്ങി പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതും ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നും കൂടി അറിയേണ്ടിയിരിക്കുന്നു. വാർത്താ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കാത്തതിൻ്റെ കാര്യം കൃത്യമായ ഫോളോ അപ്പ് ഇതിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത് മറ്റു വാർത്തകളാണ്. പ്രസിഡന്റിൻ്റെ കേരളത്തിലേക്കുള്ള വരവാണ് ഇതിലെ കാരണം. കൃത്യമായ രീതിയിൽ ഒരു മീഡിയ ശ്രദ്ധ ആകർഷിച്ച കേസ് തന്നെയാണിത്. ഇനി ആണെങ്കിലും അല്ലെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും ഞാൻ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കും ആ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു അയൽക്കാരൻ എന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എങ്ങനെയാണ് ആരതിയുടെ മരണത്തെ നോക്കി കാണുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് മാറ്റിവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടിയെ വളരെ നേരത്തെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. പെൺകുട്ടി വളരെ നല്ല കുട്ടിയായിരുന്നു, നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ നല്ല നിലയിൽ എത്തണമെന്ന് കുട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ജോലിക്ക് മുമ്പായി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടതാണ് ഇതിനുള്ള കാരണം. എന്തായാലും നന്ദി സാർ. ഉറപ്പായിട്ടും തെളിയട്ടെ. ആണായാലും പെണ്ണായാലും ഒരാളുടെ ഏറ്റവും വലിയ ആവശ്യം സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതും നമ്മുടെ സ്റ്റേഷനിലെത്തുന്ന പരാതികളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡനത്തിൻ്റെ കാരണവും പെൺകുട്ടിയുടെ തൊഴിലില്ലായ്മയാണ് കാരണം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ്. പക്ഷേ ഇവിടെ ഈ കുട്ടിക്ക് ജോലി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ടും റിസൈൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനും വീട്ടുകാരുടെ ഭാഗത്താണ് തെറ്റ്. ഒരു ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്ത് കല്യാണം കഴിച്ച് അയപ്പിക്കുന്നതിൽ വീട്ടുകാരുടെ ഭാഗത്താണ് കുറ്റം പറയേണ്ടത്. ഇത്രയും പഠിപ്പിച്ചത് പിന്നെ എന്തിനാണ്? അതെ അത് ശരിയാണ് സാർ പറയുന്നത്. വളരെ ന്യായമായ ഒരു കാര്യമാണ്. എന്തായാലും ഇത് അന്വേഷണം വളരെ ശക്തമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നതുപോലും അതിൻ്റെ ഭാഗമായി. സന്ദീപിൻ്റെ വീട്ടുകാർ സമൂഹത്തിൽ എത്രത്തോളം ഉന്നതരാണോ അതനുസരിച്ച് ഈ വീട്ടുകാരിയുടെ മാന്യതയുടെ മുഖംമൂടിയിലാണ് ജീവിച്ചത്. വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ വെളിയിൽ അറിയിക്കത്തില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ പെൺകുട്ടി ആ വീട്ടിൽ ഇതെല്ലാം അനുഭവിക്കുന്നു, 1.5 കൊല്ലം കൊണ്ട് ഇതെല്ലാം അനുഭവിക്കുന്നു എന്നുള്ളത് തൊട്ടടുത്തൊരു പോലീസുകാരനെങ്കിലും അറിയിക്കണ്ടേ? എന്താണ് ഇതിന് പരിഹാരം? ചിലപ്പോൾ ഭയന്നിട്ടാകാം അധികാരവർഗം, രാഷ്ട്രീയ സ്വാധീനമാണല്ലോ സന്ദീപ്. അപ്പോൾ അതിനേക്ക് ഇത്തിരി മുമ്പ് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും ഭയമല്ലേ ഇത്? എങ്ങനെയെങ്കിലും അവിടെ ജീവിച്ചു പോട്ടെ, ഇതെല്ലാം ശരിയാവും എന്നുള്ള ഇവരുടെ വിശ്വാസം. മാന്യത മോൾ ഇന്ന ആളുടെ ഭാര്യയാണ്. ഇതൊക്കെയാണ് ഇവരുടെ ധാരണ. എന്തായാലും കാര്യങ്ങൾ നന്നായിട്ട് അവസാനിക്കും എന്ന് ഉറപ്പുണ്ട് സാർ. കൃത്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ അറസ്റ്റ് ഉണ്ടാവും. ഓക്കെ സാർ, ഓക്കെ, അതറിഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഇപ്പോൾ ആരതിയുടെ കൊച്ചച്ഛനും സഹോദരനൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കാം. ഇത്തരമൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് മോശമാണെന്നറിയാം. എങ്കിലും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം? എന്താണ് പറയാൻ ആരതിയെക്കുറിച്ചും ഈ മരണത്തെക്കുറിച്ചും ഉള്ള ദുരൂഹതയുണ്ട്? ആരതി താങ്കൾക്കൊരു മകൾ തന്നെ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒന്നും പറയാനില്ല സാറേ. അവൾ ഇപ്പോൾ ഇല്ലയെന്നറിയാം. അതിനപ്പുറം മനസ്സിലാവും, ചേട്ടൻ്റെ വിഷമം മനസ്സിലാവും. മരിച്ചെന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എനിക്ക് മോളില്ല, എൻ്റെ ചേട്ടൻ്റെ മോളാണ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ആലോചനയ്ക്ക് വന്നപ്പം ചേട്ടനും പറഞ്ഞു, നമുക്കങ്ങനെ ഒരു വലിയ ഉദ്യോഗസ്ഥരാവണം, അങ്ങനെയുള്ള വലിയ കുടുംബത്തിലൊന്നും പോകണമെന്ന് ആഗ്രഹമുള്ളവരല്ല ഞാനും ചേട്ടനൊക്കെ. അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവരും നമ്മളും തിരക്കി. ഞാൻ മേശരിപ്പണിയാണ്. എനിക്ക് കൂട്ടുകാരന്മാരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല പയ്യനാണ്. പിന്നെ ഈ സ്ത്രീധനമൊക്കെ ചോദിച്ച് പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ കല്യാണത്തിന് മുമ്പ് നമുക്ക് അറിയാക്കൂലല്ലോ സാറേ. നമുക്ക് ലഹരിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റും. പിന്നെ വേറെ വേറെ ദൂഷ്യം ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല. വേറെ എൻ്റെ ഒരു കൂട്ടുകാരൻ ചന്ദ്രൻ, അവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. നമ്മളവിടെയൊക്കെ ഞാൻ പണിക്കും പോയിട്ടുണ്ട്. സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് വിവാഹം കഴിപ്പിച്ചത് അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും ഈ പോരായ്മകളുണ്ടെങ്കിൽ ഈ പെൺവിഷയമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളല്ല സാറേ നമുക്ക് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ തന്നെ
നടന്നു പോട്ടെ, നടന്നു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാം മാറും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളെ കൂട്ടത്തിൽ. ഇടയ്ക്ക് ഈ 1-2 പ്രാവശ്യം ഇവിടെ ഒന്ന് ചേട്ടൻ പറയണം, കാര്യങ്ങൾ തുറന്ന് പറയണം, എന്നാലേ ഇത് അറിയൂ. എല്ലാവരിലും അറിയിക്കണമല്ലോ എന്താണ് സത്യാവസ്ഥ. 2 ദിവസം ഇവിടെ നിന്നെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. വീട്ടുകാരോട്ട് എന്താ വിഷയമായിട്ട് അപ്പം ചേട്ടൻ പറഞ്ഞ് അവര് ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ അവിടെ തിരക്കി പറഞ്ഞ് അപ്പം ഇങ്ങനെ പൈസയുടെ പേരിലൊക്കെ പൈസയൊക്കെ ചോദിച്ചു അവളെ അടിക്കുന്നുണ്ടൊക്കെ അറിഞ്ഞ് ഞാൻ ചേട്ടനെ പോയി പറഞ്ഞത്. പിന്നീട് അവള് എൻ്റെ മൊബൈല് ചാരത്തിൽ നിന്ന് വീണ് പൊട്ടിക്ക വർഷാപ്പിലായിരുന്നു. ആ മോൾ എന്നെ വിളിച്ചിരുന്നത് ഞാൻ അറിഞ്ഞില്ല. വീട്ടിൽ പെമ്പറത്ത് പറഞ്ഞ എന്നെ അന്വേഷിച്ച് വന്ന്. ഈ കണ്ണീര് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ആരതിയുടെ കൊച്ചച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം നമ്മൾ കേട്ടു. ഉറപ്പായിട്ട് പറയണം ചേട്ടാ. ഒരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാനും അവളുടെ പറഞ്ഞു, ഈ മക്കളെ അവളെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞ് നിൻ്റെ മക്കള് ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം എന്നൊക്കെ ഞാനും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സാറേ. ആൾക്കാർ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം എനിക്കും അറിയാവും. ചേട്ടൻ്റെ ഒരു പ്രാവശ്യം പറഞ്ഞു, ചേട്ടാ അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ ഇനി വിടണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ചേട്ടൻ പറഞ്ഞു, നിനക്ക് മോളില്ലാത്തതാണ് നിനക്ക് അങ്ങനെ പറയുന്നത്, നിൻ്റെ സ്വന്തം മോളാണെങ്കിൽ അങ്ങനെ പറയൂലെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ വഴക്കം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഓക്കെ ചേട്ടാ. ആരതിയുടെ അച്ഛനെയും അമ്മയും കാണാൻ എന്തെങ്കിലും വിളിച്ചതിനെക്കാട്ടി പ്രശ്നമായി. അവിടെ അത്രയും വിഷമത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് ചേട്ടനുണ്ട്. അതാണ് അരവിന്ദ്. ഈ ഒരു അവസരത്തിലൊന്ന് ചോദിക്കുന്നത് അനൗചിത്യമാണെന്നറിയാം, എങ്കിലും നമുക്കിത് അറിയണമല്ലോ, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ. പലപ്പോഴും ഇതൊന്നും വാർത്ത അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്നതിനെ മൂടി വയ്ക്കുന്നു, മറച്ചു വയ്ക്കുന്ന ഒരവസ്ഥയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്താ പറയാനുള്ളത് പറയാം താങ്കൾക്ക്. ഇപ്പോൾ ഈ നാട്ടുകാരുടെയും നിങ്ങൾ ഈ ചാനൽ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മുമ്പ് വീട്ടുകാരായിരിക്കും തെറ്റുകാർ. കാരണം എല്ലാ ചോദ്യങ്ങളും നമുക്ക് നേരെയാണ്, എല്ലാ ചൂണ്ടുവരലും നമ്മളാണ് ഉന്നം വയ്ക്കുന്നത്. അപ്പോൾ ഒരു അനിയത്തി എന്നതിലുപരിയുള്ള എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഞാനും അങ്ങനെ തന്നെ. പക്ഷേ ഇവർ ഇപ്പം ഈ പറയണതൊക്കെ അതിൻ്റെ ഒരു അംശം പോലും അവളിവിടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ സുഹൃത്തിനെ പോലെ, ഒരു സഹോദരിയെ പോലെ അല്ല ഒരു സുഹൃത്തിനെ പോലെയാണെന്ന് താങ്കൾ പറഞ്ഞെങ്കിലും ഈ ഒരു കാര്യത്തിൽ താങ്കളൊരു ഉപേക്ഷക്കുറവ് വിചാരിച്ചില്ലേ? സഹോദരിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി അങ്ങനെയൊന്നും പറയല്ലേ. അല്ല അങ്ങനെയല്ല, ഇത് ചോദിച്ചതാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ പുറം ലോകം കാണുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇവിടെ എല്ലാ കുറ്റപ്പെടുത്തലും നമുക്ക് നേരെയാണ്. ഇതിപ്പം നമ്മൾ അറിയുന്ന കാലങ്ങളായി വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിലുള്ള അംഗങ്ങൾ വരെ നമ്മൾ കുറ്റം പറയണം, മനസ്സിലായില്ലേ? അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്ന നാട്ടുകാരുണ്ടല്ലോ, എന്തുമാത്രം ഈ ലോകം മുഴുക്ക നമ്മളല്ലേ പഠിക്കൂ. നിങ്ങൾക്കറിയാമോ, +2 ഞാൻ പഠിക്കാത്ത മോശക്കാരനൊന്നുമില്ല. +2 പഠിത്തം നിർത്തി ജോലിക്ക് പോയി എൻ്റെ അനിയത്തി പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കാം. എൻ്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാണ്. സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വീട് കാണിച്ചു തരുമോ? പട്ടിണിയും പരിവട്ടമുള്ള ഒരു വീട്ടിലോട്ട് സ്വന്തം മക്കളെ കെട്ടിച്ചു വിടുന്ന ഒരു വീട് കാണിച്ചു തരുമോ? ഈ പറഞ്ഞില്ലേ, ഇവരെല്ലാം ഇവിടെ പ്രസംഗിച്ചില്ലേ? ഈ പ്രസംഗിച്ചവരെ 10 വരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. അവരും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഇത് കാലാകാലങ്ങളായിട്ട് പറഞ്ഞതല്ലേ ഈ സമൂഹത്തിൽ. ഓക്കെ. അല്ല, ഈ ആരതിയുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരതിയുടെ രീതിയെക്കുറിച്ച് കൂടെ പലരും പറഞ്ഞു, ഒന്നും ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമായിരുന്നില്ല. അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു പിന്നെ എന്താ പറയാം, ഒരു വിലങ്ങ് തടിയായില്ലേ ഈ വിവാഹം എന്ന് അല്ല, ഇത് ചോദിക്കുന്നതാണ്. താങ്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു, വിഷമം മനസ്സിലാക്കുന്നു. പക്ഷേ ഇതറിയണമല്ലോ, നമ്മൾക്കിത് അറിയണം. ഇതൊരു കച്ചവട ഉൽപ്പന്നമാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, സത്യാവസ്ഥ എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പറഞ്ഞ പോലെ അമേരിക്കയിലോട്ട് അവൾക്കൊരു വന്നൊരു ഓഫർ വന്നായിരുന്നു. ഞങ്ങൾക്ക് പേടിയായിരുന്നു, അവൾക്കതില്ലായിരുന്നു.
ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞങ്ങൾ പെങ്കൊച്ചു അവിടെ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരുണ്ട്? എനിക്ക് ആരുമില്ല അമേരിക്കയിൽ. ഞാൻ അതൊക്കെയാണ് ചിന്തിച്ചത്. ഞാനല്ല, എൻ്റെ വീട്ടുകാരതൊക്കെയാണ് ചിന്തിച്ചത്. ഞങ്ങൾ ആദ്യം അത് വേണ്ട മോളെ എന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെ മറുത്തു ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആലോചന വന്നത്. കൊച്ചും പറഞ്ഞ പോലെ ഞങ്ങൾ പോയി അന്വേഷിച്ചു, നല്ല രീതിയിൽ അന്വേഷിച്ചു. അപ്പോൾ അയാളെ പറ്റി, അയാളെ കുടുംബത്തെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമായിരുന്നു നാട്ടുകാർക്കൊക്കെ. സന്ദീപിനോടുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? സന്ദീപ് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നല്ലൊരു നടനാണ് സന്ദീപ്. അത് മാത്രമല്ല അവൻ്റെ വീട്ടിലുള്ളവർ നല്ല നടന്മാരാണ്. ആ ഒരു രീതിക്കാണ് അവർ ഞങ്ങളിവിടെ നോക്കുന്നപോലെ എൻ്റെ മോളെ അവിടെ അവർ നോക്കിയിരുന്ന ആദ്യത്തെ 3-4 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോയപ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് ഒരു ദിവസം അവൾ ഇവിടെ വന്ന് നിൽക്കുമ്പം ഇപ്പോൾ ആണും പെണ്ണുമല്ലേ, ഇപ്പം എല്ലാവർക്കും അറിയുന്നുള്ള കാര്യം, ചെറിയ തട്ടുമുട്ടിലും പിണക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഞങ്ങൾ അത്രേ കരുതിയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പറഞ്ഞു വിടണ്ടായിരുന്നു ഇപ്പം തോന്നുന്നുണ്ട്, പക്ഷേ ഇതായിരുന്നു സത്യാവസ്ഥ. അല്ല നമ്മൾ ഈ ചോദിച്ച സ്ഥിതി അയാളൊന്നും ചോദിച്ചില്ല, നമ്മൾ കൊടുത്തതാണ്. ആകെ കൊണ്ട ഒരേ ഒരു വിഷയം, ഞങ്ങൾ ഇവിടുന്ന് ഒരു കാറ് കൊടുത്തായിരുന്നു. അത് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടത് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ അവളെ ദേഹോദ്രവം ഏൽപ്പിച്ചു എന്നൊക്കെ പറയണ കേട്ടു. നാട്ടുകാരോടൊക്കെ ഒരു കൊച്ചു വീട്ടിൽ നിൽക്കുമ്പോൾ എന്തൊരു മറുപടി പറയുമെന്നുള്ള ഒരു ഉണ്ടാവും ചോദ്യം. അതുകൊണ്ടാണ് ഈ രക്ഷകർത്താക്കൾ അങ്ങനെ ചെയ്തു പോകണേ സാറേ. അറിയാം. അത് തന്നെയാണ് ഇപ്പോൾ മിക്കുള്ള ഈ സാധാരണ കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്, ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം കൊച്ചുകൂടെ ഉണ്ടായിരുന്നേ. ഇപ്പം പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ സംസാരിച്ചു. അതെ സാറ് പറഞ്ഞായിരുന്നു പാടുകളൊക്കെ, ശരീരത്തെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ ചേട്ടനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്ര വലിയ വിഷയങ്ങളുണ്ടെന്നൊന്നും നമുക്കും അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങളെന്തിനും നിരപരാധികളാണ്. എല്ലാവരും കൂടെ ഞങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. അങ്ങനെ കുറ്റപ്പെടുത്തിയതല്ലേ ഏട്ടാ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവണത് ഞങ്ങളെ കൊച്ചിന് ഒരുപാട് സഹിക്കേണ്ടി വന്നുള്ളത്. കാരണം വെച്ചാൽ ഞങ്ങൾ വാദികളായിട്ടൂടെ ഞങ്ങൾ പുറത്താ നട്ടുച്ച വെയിലത്താണ് നിന്നിരുന്നത്, ഞാനും എൻ്റെ അച്ഛനും. അവനും അവൻ്റെ ആൾക്കാരൊക്കെ എസ് ഐയുടെ ഓഫീസിനകത്ത് കസേരയിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കണേ. അല്ല ഞങ്ങൾ സ്വയം ഞങ്ങളെ കൊച്ചിനെ പറഞ്ഞു വിടുമോ? അങ്ങനെ പറഞ്ഞു വിടും ഞങ്ങൾ കൊല്ലാൻ വേണ്ടി. തോന്നുന്നുണ്ട് വിടണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അറിയണ്ടേ, ഇതൊക്കെ മനുഷ്യന്മാരല്ലേ നമ്മളും. എനിക്കൊന്നും പറയല്ല, എല്ലാം നമ്മളെ തെറ്റിയല്ല, ഒന്നും പറയില്ല. കണ്ടില്ലേ ആരതിയുടെ സഹോദരൻ്റെയും കൊച്ചച്ഛൻ്റെയും കണ്ണീർ. ഇതിൻ്റെ മുന്നിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? പ്രേക്ഷകർ തീരുമാനിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞു നട്ടുച്ച വെയിലത്ത് അവിടെ നിൽക്കേണ്ടി വന്ന അവസ്ഥ. എന്നാൽ സന്ദീപിൻ്റെ വീട്ടുകാർക്ക് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വിശാലമായിട്ടുള്ള ഇരിപ്പിടങ്ങളും. അപ്പോൾ ഇവിടെ പണമുള്ളവനും പണമില്ലാത്തവനും രണ്ട് നീതിയോ. ആരതിയുടെ സഹോദരൻ അരവിന്ദിൻ്റെ മാനസികാവസ്ഥ നമ്മൾ കണ്ടതാണ്. കൂടുതലായിട്ട് അദ്ദേഹത്തെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. അരവിന്ദിൻ്റെ അടുത്ത സുഹൃത്ത് ഉണ്ണി ഇവിടെയുണ്ട്. കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ആരതിയുടെ ഒരു ബാല്യകാല സുഹൃത്താണ്, അരവിന്ദിൻ്റെയും ഒരു ബാല്യകാല സുഹൃത്താണ്, അയൽക്കാരാണ്. ആരതിയെക്കുറിച്ച് ബാല്യകാല സുഹൃത്തല്ല, അവൾ അനിയത്തി തന്നെയാണ്. അനിയത്തി എന്ന് പറയുമ്പോൾ അരവിന്ദിൻ്റെ മാത്രം അനിയത്തിയല്ല, എൻ്റെയും കൂടെ അനിയത്തിയാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ ഞാനും അരവിന്ദനും കൂട്ടുകാരാണ്. എൻ്റെ വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഞാനും വളർന്നതും ഒന്നിച്ച് പഠിച്ചതും എല്ലാം അരവിന്ദൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആരതി ജനിച്ച സമയം മുതൽ അവളും നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അവളും ഒരു കുഞ്ഞു പെങ്ങളായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അനിയത്തിയെ പോലെ അങ്ങനെ പറയണം, അത് ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ അത്രയും ഒരു അടുത്ത സൗഹൃദം അല്ലെങ്കിൽ ഒരു ബന്ധമുള്ള ആരതി ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് ആരതിക്ക് ഇപ്പോൾ സംഭവിച്ചത് തന്നെ മനസ്സിനെ പറഞ്ഞ് നമുക്ക് വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. മനസ്സിനെ പറഞ്ഞ് അത് നമുക്ക് ഫലപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. മനസ്സിനെ പറഞ്ഞ്
അതിന് ഇടയിൽ തന്നെ ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊക്കെ പറഞ്ഞ് ദൈവം ഇതിങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഇവിടെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് പേര് അത് രാഷ്ട്രീയമാക്കാൻ നോക്കുന്നു, കുറച്ച് പേര് അത് കൊലപാതകമാക്കാൻ നോക്കുന്നു. ഇപ്പോൾ ഒരു അങ്ങനെ ഈ സമയത്ത് അതൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനും അരവിന്ദും ഈ കുടുംബവും. അതറിയാം, പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തോട്ട് വരണമല്ലോ. പലപ്പോഴും ഇത് മൂടി വയ്ക്കപ്പെടുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇതിപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാതെ വരുമ്പോൾ സംഭവിക്കുന്ന പാളിച്ചകൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് പല കാര്യത്തിലും. ഇപ്പോൾ നേരത്തെ ഒരു നാട്ടുകാരനോട് സൂചിപ്പിച്ചു, ഇതുപോലൊരു സംഭവം ഇവിടെ ഈ പ്രദേശത്തുണ്ടായി, പക്ഷേ ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയെന്നൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ അതുപോലെ ഇതും ആയി മാറുമോ എന്നുള്ളൊരു ആശങ്ക, അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഞാനും ഇവിടെ വന്ന് സംസാരിക്കുന്നത്. സത്യം നമുക്ക് പുറത്തുകൊണ്ട് വരേണ്ടത്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ആരതിയെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു, എനിക്ക് അറിയാം. അതാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരതി സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, എനിക്ക് പെങ്ങളെ പോലെയല്ല, പെങ്ങൾ തന്നെയാണ്. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ആരെങ്കിലും കാരണവശാലാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണത് തന്നെ വേണം. അതുമാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാനും അരവിന്ദും ആ കുടുംബവും തയ്യാറാണ്. ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അയൽവക്കത്തൊരു പോലീസ് സാറുണ്ട്, സാറ് എല്ലാ രീതിയിലുള്ള സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ആരതിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഒത്തിരി സന്തോഷം ആഗ്രഹിച്ചിട്ട് പല ഓപ്പർച്യൂണിറ്റീസും വേണ്ടാന്ന് വെച്ചിട്ട് നല്ലൊരു അതെ നല്ലൊരു കുടുംബ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹത്തോടുകൂടി ഈ പടി ഇറങ്ങിപ്പോയ കൊച്ചിന് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാരായാലും നമ്മളത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മളത് പോയിരിക്കും. അല്ല, ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഈ അവസരത്തിൽ. അതായത് ഇപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു കുട്ടി, സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുള്ളൊരു കുട്ടി, അത് ഇങ്ങനെ അതിനൊരു വിലങ്ങുതടിയായിട്ട് വരുന്ന ഇത്തരം വിവാഹ ജീവിതങ്ങൾക്ക് വീട്ടുകാർക്കൊരു പങ്കുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ അവർ സ്വന്തം മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. അവിടെ നശിക്കുന്നത് ചിലപ്പോൾ ഇതുപോലെയുള്ള ആരതിമാരുടെ ജീവിതമല്ലേ? ആരതിമാരുടെ ജീവിതം എന്ന് ഇപ്പോൾ സാറ് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു അച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നമല്ലേ ഒരു മോളുണ്ടെങ്കിൽ അവളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചയപ്പിക്കുക എന്നുള്ളത് ഒരു അച്ഛനമ്മയുടെ ഒരു സ്വപ്നമല്ലേ? അത് തന്നെയാണ് ഈ വീട്ടിലും ഈ അച്ഛനും അമ്മയും ഈ സഹോദരനും ഒക്കെ ആഗ്രഹിച്ചത്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ പെട്ടെന്നൊരു നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രപ്പോസൽ വരുന്നു. അവർ ആലോചിച്ചപ്പോൾ അവർക്കും സമ്മതമാണ്, രണ്ടുപേർക്കും സമ്മതമാണ്. അവളുടെ ഭാവി ആലോചിച്ച് ഉടനെ കല്യാണം നടത്തി. ഇതിലെന്താണ് തെറ്റിരിക്കുന്നത്? ഓക്കെ, ഞാൻ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ സന്ദീപ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഇനിയും അവൾക്ക് അവളുടെ ജോലി തുടരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കുമോ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടാവുക. അരവിന്ദ് ഇത്തരം കാര്യങ്ങളൊക്കെ താങ്കളുമായിട്ട് സംസാരിച്ചിട്ടില്ലേ? അരവിന്ദ് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകുന്നതൊന്നും പ്രശ്നമില്ല എന്നുള്ള ഒരു രീതിയിലാണോ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കല്യാണത്തിന് ശേഷവും ആരതിക്ക് ജോലിക്ക് പോകാനും ആരതിക്കും താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പിന്നെ അത് റിസൈൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെ ഒരു അഭിപ്രായം കൂടെ കേട്ടിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായം ഞാനും കേട്ടു. സന്ദീപ് എന്ന് പറയുന്നത് പുള്ളി കുറച്ചുകൂടെ ഒരു എന്താ പറയാൻ ഒരു ടോക്സിക് മൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? സന്ദീപിനെ എനിക്ക് അങ്ങനെ അടുത്ത് പരിചയമൊന്നുമില്ല. ഞാൻ പരിചയപ്പെടുന്നത് ഇവിടെ വിവാഹ ആലോചന വന്നതിന് ശേഷമാണ്. ഞാനും അരവിന്ദും ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അധികം ഈ വീട്ടിലൊക്കെ അധികം വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വിവാഹത്തിന് ശേഷം ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആരതിയെ കണ്ടു, ആരതിയുടെ സംസാരിച്ചു. പക്ഷേ എനിക്ക് അന്ന് ആരതിയുടെ മുഖം ഒന്ന് വാടിയതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിഷമം തിരക്കിയായിരുന്നു. എന്നിട്ട് അരവിന്ദനോട് കാര്യം തിരക്കിയപ്പോൾ തന്നെ എന്തോ ചെറിയൊരു പ്രശ്നം സന്ദീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അരവിന്ദ് പറഞ്ഞത് സത്യമാണ്. അരവിന്ദ് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ, നമ്മളത് വലുതാക്കി എന്തിനാണ് അവരുടെ ജീവിതം നശിപ്പിക്കുന്നത്? നല്ലൊരു ജീവിതമല്ലേ അത്. അവളിവിടെ അതെ, ആരതി ഞങ്ങൾ വളർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നാലും അമ്മയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാലും വളരെ ലാളിത്യത്തോടുകൂടി വളർത്തിയ ഒരു കൊച്ചല്ലേ. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എന്ന രീതിയാണ് ഞങ്ങളും കരുതുന്നത്. പക്ഷേ അത് ഇത്രത്തോളം എത്തിക്കുമെന്നുള്ള നമുക്കറിയത്തില്ല. വല്ലാത്തൊരു വിഷമാവസ്ഥ തന്നെയാണ്. വല്ലാത്തൊരു വിഷമമല്ല, അത് നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം. ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? അന്വേഷണം ഇത് എന്തെങ്കിലും അനാസ്ഥ ഉണ്ടോ? പോലീസിന്റെ ഭാഗത്ത് ഇടപെടലുകൾ ഈ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സന്ദീപിന്റെ
ചേട്ടാ ഞാനൊരു യൂട്യൂബറാണ്. ന്യൂസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ചാനൽ ഏതാണ്? അത് എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു യൂട്യൂബറാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയട്ടെ, അത് സംസാരിച്ചോണ്ട് ഇവിടെ മരണ വീട്ടിൽ യൂട്യൂബിൽ എന്താ കാര്യം? ആരെ വിളിച്ചു? അല്ല ഇവിടെ ഇത്ര ഇപ്പോൾ ഇവിടെ ഒരു മരണം നടന്നു. അപ്പോൾ നിങ്ങളാരാണെന്ന് എനിക്കറിയില്ല. ഇവിടെ മരണം നടന്നു. പക്ഷേ ഇതുവരെ അതങ്ങനെ ഒരു വലിയൊരു വാർത്തയാക്കാനോ ആരും ശ്രമിച്ചിട്ടുമില്ല. ഇത് പല തേച്ചുമാക്കലുകൾ ഇതിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയാം. ഇത് അന്വേഷിച്ചു. അത് റേറ്റിംഗ് അല്ല കേട്ടോ, റേറ്റിംഗിന്റെ ഭാഗമായിട്ടല്ല. രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായി അല്ല കാര്യം അറിയാൻ ചോദിച്ചു. അഭിപ്രായം പറഞ്ഞു. ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നിങ്ങളുടെ പാർട്ടി ഓഫീസോ കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾ ആരാ ഇവിടെ വന്നതൊക്കെ ചോദിക്കാനായിട്ട്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ കുട്ടി ഇവിടെ പഠിച്ച് ഓരോ കോളേജിലും സ്കൂളിലും പഠിച്ച് ഓരോ റാങ്കുകളും സമ്മാനങ്ങളും വാങ്ങിച്ചപ്പോ ആ കുട്ടിയുടെ ഫോട്ടോ പിടിച്ച് വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങൾ ഫ്ലെക്സിൽ വെച്ചിട്ട് നിങ്ങളെ പാർട്ടിയെ വളർത്താനല്ല, നിങ്ങൾ ഇത്രയും നാളായിട്ട് വന്നിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചു? മരണം നടന്ന പാർട്ടിയോട് എന്താ ബന്ധം? നിങ്ങൾ രാഷ്ട്രീയ ഗുണ്ടായുസം കളിക്കരുത്. നിങ്ങൾ കണ്ടില്ലേ ഈ രോഷപ്രകടനങ്ങൾ? ഇതൊന്നും ഇവിടെ പുത്തരിയല്ല. ഇതിൻ്റെ വേരുകൾ തേടി ചെന്നാൽ രാഷ്ട്രീയ ജാതിപരമായ പലരുടെയും കൈക്കടത്തലുകൾ ഉണ്ടാവാം. അത്തരം ചർച്ചകൾക്കൊന്നും ഇവിടെ ഞാൻ ഒരുക്കമല്ല. ആരതി എന്ന പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയല്ല, അതൊരു സ്ത്രീധന പീഡന കൊലപാതകമാണ് എന്ന് ഞാനും ഇപ്പോൾ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ പറഞ്ഞവരിൽ 95% പേരും അഭിപ്രായപ്പെട്ടത് അതേ കാര്യം തന്നെയാണ്. ആരതിയെപ്പോലെ ഒരു നല്ലൊരു പെൺകുട്ടി, ഭാവി സ്വപ്നങ്ങൾ നെയ്യുന്ന പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ല. വേണമെങ്കിൽ ഒരു ഡിവോഴ്സിന് അവൾക്ക് ശ്രമിക്കാം. അത് ഒരിക്കലും ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് മാറുകയുമില്ലല്ലോ. ഇന്ന് സ്ത്രീധന പീഡനങ്ങൾ ഏറി വരികയാണ്. പാമ്പായും കയറായും കാറായുമൊക്കെ പെൺജന്മങ്ങളെ അത് വലിഞ്ഞു മുറുക്കുകയാണ്. ഈ സ്ത്രീധനമെന്ന നാട്ടാചാരം മാറേണ്ട സമയമായില്ലേ? നമ്മൾ ഉണർന്ന് ചിന്തിക്കുക. സ്ത്രീ എന്നുള്ളത് വിളക്കായും വെളിച്ചമായും അമ്മയായും ദേവിയായിട്ടൊക്കെ നമ്മൾ വാഴ്ത്തുന്നുണ്ട്. ഒരു സ്ത്രീയും സ്ത്രീയായി ജനിക്കുകയല്ല, അവളെ സ്ത്രീയായിട്ട് വളർത്തപ്പെടുകയാണ്. പലപ്പോഴും അന്യൻ്റെ വീട്ടിലെ ഒരു ഉൽപ്പന്നമാക്കി അവളെ വളർത്തപ്പെടുന്നതും നമ്മൾ തന്നെയാണ്. ഇതൊക്കെ മാറേണ്ട സമയമായി. ഇനിയൊരു മാറ്റത്തിൻ്റെ കാലം കൂടിയാണ്. എന്തായാലും ഇതെല്ലാം പറഞ്ഞ് ഈ സാക്ഷാൽ ദൈവം ഉത്തരങ്ങൾ ബാക്കിയാക്കി ചോദ്യങ്ങൾ ചോദിച്ച് വിട പറയുകയല്ല. ഈ സത്യാവസ്ഥ നമ്മൾ അറിയും. മൂടിക്കിടക്കുന്ന ഈ സത്യം മറനീക്കി ഒരു നാൾ പുറത്തു വരും. അന്ന് മുൻനിരയിൽ ഞാനും ഉണ്ടാകും സത്യം വിളിച്ചു പറയാൻ. പുതുകാലം പിറക്കട്ടെ, ഒരു പുതിയ സൂര്യൻ ഉദിക്കട്ടെ. വീണ്ടും കാണും വരെ വിട.